നമസ്കാരം, എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയാഴ്ച ദിവസം ഏറ്റവും പ്രതീക്ഷയോടുകൂടി കേരളം നോക്കി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തുകയാണ്. ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. കേരളം പ്രതീക്ഷ വയ്ക്കുന്നത് ആ ഒരു വലിയ പാക്കേജ് കേരളത്തിന് ഈ പ്രധാനമന്ത്രി സന്ദർശനത്തിന് പിന്നാലെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. അത് ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 2000 കോടിയുടെ പാക്കേജ് കേരളം പ്രതീക്ഷിക്കുന്നു ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി. നമുക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അതിൻ്റെ വിശദാംശങ്ങളാണ് മോർണിംഗ് വൈബ്സിൽ ഇന്ന് പൂർണ്ണമായും ചേരുക. നമ്മോടൊപ്പം നമ്മുടെ പ്രതിനിധികൾ രഞ്ജിത്ത് രാമചന്ദ്രനും സംഘവും അവിടെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിശദമായി തന്നെ നമുക്ക് ഇന്ന് പ്രധാനമന്ത്രിയുടെ വിവരങ്ങൾ നോക്കാം. ആദ്യം മോർണിംഗ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തെ വല്ലാതെ ഞെട്ടിച്ച, വയനാടിനെ ഒരു ദുരിത ഭൂമിയാക്കിയ ദുരന്തം നടന്നിട്ട് ഇന്ന് ഈ മേഖലയ്ക്ക് ഒരു പ്രതീക്ഷയുള്ള ദിവസമാണ്. കാരണം പ്രധാനമന്ത്രി ഇന്നിവിടെ സന്ദർശിക്കുന്നു. വയനാടിനായി നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ ഉള്ളത് മേപ്പാടി എന്ന ഈ പ്രദേശത്താണ്. മേപ്പാടി നമ്മൾ ഈ ദുരന്തത്തിന് ശേഷം ഒരുപാട് ചർച്ച ചെയ്ത ഒരു പ്രദേശം കൂടിയാണ്. ഇവിടുന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ അകലെയാണ് ചൂരൽമല എന്നുള്ള ഈ ദുരിതബാധിത മേഖല. അതായത് വല്ലാതെ മരണങ്ങൾ സംഭവിച്ച ദുരന്തത്തിന്റെ നേർസാക്ഷ്യം അവിടെ നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ ഒരുപാട് കണ്ടതാണ്. ബെയിലി പാലത്തിന്റെയൊക്കെ നിർമ്മാണം ആ മേഖലയിലാണ്. പക്ഷെ നമ്മുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല. ദൂരദർശനും ANAയും അല്ലാതെ മറ്റു മാധ്യമങ്ങൾക്ക് പാസില്ല എന്ന ഒരു പരിമിതി ഇന്നുണ്ട്. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ചാണ് അത്തരത്തിൽ ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്ന, ഇപ്പോൾ നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്തിനപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇവിടുന്ന് 12 കിലോമീറ്റർ 13 കിലോമീറ്ററോളം പോണം സൂചിമലയിലേക്കും ബെയിലി പാലത്തിലേക്കും മറ്റും. അങ്ങനെ അത്രത്തോളം കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ രാവിലെ മുതൽ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ ഈ SPG സംഘമടക്കം കൈകാര്യം ചെയ്യുന്നത്. പോലീസിന്റെ വലിയ സാന്നിധ്യമുണ്ട്, SPGയുടെ പ്രവർത്തകരുണ്ട്. ഒപ്പം നമുക്കറിയാം VVIP സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയ ഒരു സാഹചര്യം കൂടി ഇതിലൂടെ ചേർത്ത് വായിക്കണം. ഇന്ന് മറ്റൊരു പ്രത്യേകത, ഇവിടെ തിരച്ചിലില്ല. ഇന്നലെ ജനകീയ തിരച്ചിലായിരുന്നു. ഈ ജനകീയ തിരച്ചിൽ തുടങ്ങിയതിനു ശേഷം സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ചേർന്നുള്ള തിരച്ചിലാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി സന്ദർശനം പ്രമാണിച്ച് തിരച്ചിൽ നിർത്തിവെച്ചേക്കുന്ന ഒരു പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ തിരച്ചിലില്ലാത്ത ഈ ദുരന്തം കഴിഞ്ഞ് ഇത്രയും ദിവസം നടക്കുമ്പോഴൊക്കെ ഓരോ ദിവസം നമുക്കറിയാം എത്രത്തോളം സജീവമായാണ് എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതെന്നുമൊക്കെ. അതിനുശേഷം ഇന്ന് തിരച്ചിലില്ലാത്ത ഒരു ദിവസം കൂടിയാണ്. നാളെ മുതൽ വീണ്ടും സജീവമായി തിരച്ചിൽ തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ പറഞ്ഞതുപോലെ അതായത് സന്നദ്ധ പ്രവർത്തകർക്കും തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും ഒന്നും ഈ ദുരന്ത ബാധിത മേഖലയിൽ, മാധ്യമങ്ങൾക്കുമൊന്നും ദുരന്ത ബാധിത മേഖലയിൽ പ്രവേശനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നമുക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. കാരണം ഇന്നലെ ദുരന്ത ബാധിത മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിലയിരുത്തലുണ്ടായി. ഈ കേന്ദ്ര സംഘം ഇവിടെ എത്തി സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തി. അവർ ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. അതിന് പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധമില്ല എങ്കിൽ പോലും അദ്ദേഹമാണ് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതും തിരികെ ഡൽഹി എത്തിയ ശേഷമൊക്കെ ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതുമൊക്കെ. ഏതാണ്ട് 2000 കോടി രൂപയുടെ ഒരു പാക്കേജ്, അതിൽ എത്രത്തോളം ഒരു പണം നമ്മുടെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വേണം എന്ന് കേരളം ഈ സംഘത്തോട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എത്രത്തോളം അക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ വയനാട്ടുകാർ കാത്തിരിക്കുന്നത്. നമുക്ക് എന്നോടൊപ്പം ഇപ്പോൾ ഡാൻ കുര്യൻ ഈ ഇവിടുത്തെ തൊട്ടടുത്ത് മേപ്പാടിയിൽ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവിടെ ദുരന്തബാധിത മേഖലയാണ്. നമുക്കറിയാം ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ക്യാമ്പുണ്ട്, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് പക്ഷേ പ്രവേശനമില്ല എന്നൊരു പരിമിതിയുണ്ട്. പക്ഷേ ഡാൻ അതുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായി ഇവിടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ഡാൻ ആ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നൽകാനാകും. MS അനീഷ് കുമാർ, മന്ത്രിമാർ ഇവിടെ, നമ്മുടെ സംസ്ഥാന മന്ത്രിമാർ പലരും ഇവിടെ താമസിക്കുന്നുണ്ട്. ഓഷ്യാനസ് ഹോട്ടലിലാണ്. ആ ഹോട്ടലിൽ MS അനീഷ് കുമാർ ചേരും. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി, പ്രധാനമന്ത്രി എത്തുന്ന കൽപ്പറ്റയിൽ MG മിഥുനുണ്ട്. ഒപ്പം നമ്മോടൊപ്പം വിനേഷ് കുമാർ കൂടിയുണ്ട്. വിനേഷ് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം ഉണ്ടാകുമല്ലോ, അവർക്ക് സ്വാഭാവികമായും ചില പ്രതീക്ഷകളുണ്ട്. പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു ആശ്വാസ വാക്കുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാക്കളുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട് വിനേഷ് കുമാർ ചേരും. ആദ്യം നമുക്ക് ഡാനിലേക്ക് ഒന്ന് പോകണം. ഡാൻ, ഇന്ന് തിരച്ചിലില്ലാത്ത ഒരു ദിവസമാണ്. ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതനുസരിച്ചുള്ള ജനകീയ തിരച്ചിൽ നടന്നിരുന്നു. എന്താണ് ഈ സന്നദ്ധ പ്രവർത്തകരും പോലീസും നടത്തുന്ന, ഫയർഫോഴ്സും ഒക്കെ നടത്തുന്ന, പട്ടാളവും ഒക്കെ നടത്തുന്ന തിരച്ചിലിനേക്കാൾ കുറച്ചുകൂടി മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു, കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു എന്ന് വിലയിരുത്താം. നാളെയും ഇത് തുടരും എന്നല്ലേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം?
രഞ്ജിത്ത്, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രമാണിച്ചാണ് 12 ദിവസത്തിന് അപ്പുറം ഈ തെരച്ചിൽ ഒരു ദിവസത്തേക്ക് ഒരു നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി പ്രധാനമന്ത്രി കടന്നു വരുന്നതിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലകളിലൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജനകീയ തെരച്ചിൽ കൂടി നടത്തുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതിനാലാണ് ഈ ദിവസം നിയന്ത്രണങ്ങൾ, അതായത് തെരച്ചിൽ നടക്കുന്നില്ല എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിനുവേണ്ടി മാത്രമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാന്തൻപാറയിലും സൂചിപ്പാറയിലും സൺറൈസ് വാലിയിലുമൊക്കെ വ്യാപകമായ തെരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലം അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ പൂർണ്ണമായി തെരച്ചിൽ നടക്കില്ല എന്ന് നമുക്കങ്ങ് ഉറപ്പിക്കാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലെ നടന്നതുപോലെ ജനകീയ തെരച്ചിൽ അടക്കമുള്ള തുടർ നീക്കങ്ങൾ അത് വരുന്ന ദിവസം നാളെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. ഇന്നലെ ഈ ജനകീയ തെരച്ചിൽ നടത്തിയതിലൂടെ 11 ദിവസങ്ങൾക്കിപ്പുറം 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ മണ്ണിൽ പുതഞ്ഞുപോയ മൃതദേഹങ്ങൾ ജീർണിച്ച അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇനിയും അത് അധിക ദിവസങ്ങൾ കണ്ടെടുക്കാൻ വൈകിയാൽ സ്വാഭാവികമായി വലിയ തരത്തിൽ, അല്ലെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമാക്കുന്ന 133 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. അതിനുവേണ്ടിയാണ് ഈ ജനകീയ തെരച്ചിൽ നാളെ വീണ്ടും പുനരാരംഭിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം, മേപ്പാടിയിൽ രഞ്ജിത്ത് നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടു സമീപത്തായി വിംസ് ആശുപത്രിയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സെന്റ് ജോസഫ് സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 2 സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ്, കടുത്ത നിയന്ത്രണങ്ങൾ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. റോഡിന്റെ ഒരു വശം പൂർണ്ണമായി ഇത്തരത്തിൽ ബാരിക്കേഡുകൾ വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം ആശുപത്രി പരിസരത്തേക്കും ഈ ക്യാമ്പിന്റെ പരിസരത്തേക്കും ഒരു ആളെ പോലും പരിശോധനകൾക്ക് വിധേയമാക്കാതെ ഇനി കയറ്റിവിടുകയില്ല. രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വാഹനങ്ങളൊന്നും റോഡിന്റെ ഇരുവശവും ഏതാണ്ട് 10 മണിക്ക് ശേഷം പാർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടാകും. ഇപ്പോൾ തന്നെ കനത്ത പോലീസ് ബന്ദോബസ്തിലാണ്. മേപ്പാടിയിൽ നിന്ന് വിംസ് ആശുപത്രിയിലേക്കും ഈ ക്യാമ്പിലേക്കും തിരിയുന്ന വഴികളെല്ലാം വലിയ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷവും ഏറ്റവും ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ മാത്രം, ആ വഴിയിലേക്ക് വാഹനങ്ങളിൽ അല്ലാതെ എത്തപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ മാത്രമാണ് അവിടേക്ക് കയറ്റിവിടുന്നത്. മാധ്യമങ്ങൾക്കടക്കം കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ മേഖലയിലേക്ക് കടക്കുന്നതിന്. സ്വാഭാവികമായി ഈ ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ ദൂരദർശൻ മാത്രമായിരിക്കാം. ആ ഒരു നടപടികൾ, അവരിലൂടെ മാത്രമേ നമുക്ക് ആ ദൃശ്യങ്ങൾ ഇനി കാണാനും കഴിയുകയുള്ളായിരിക്കും. എന്തായാലും പ്രധാനമന്ത്രി 12:05 അദ്ദേഹം കൽപ്പറ്റയിൽ എത്തിച്ചേരുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അദ്ദേഹത്തിന്റെ നിർണായകമായ ഇടപെടൽ വയനാടിന്റെ പുനരുദ്ധാരണത്തിന് തകർന്നടിഞ്ഞ ഒരു ജനതയുടെ പ്രതീക്ഷ അത് മുകളിലേക്ക് ഉയർത്താൻ ഏത് തരത്തിലായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മേപ്പാടിയും ചൂരൽമലയും മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവുമെല്ലാം. തീർച്ചയായും ഈ ഗ്രാമങ്ങളൊക്കെ ഒരു വലിയ ദുരന്തമുണ്ടായതിന്റെ വിറങ്ങലിച്ചിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം അവരൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതേ ഉള്ളൂ. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പുത്തുമലയും നേരത്തെ പറഞ്ഞ പോലെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ച പ്രദേശങ്ങളൊക്കെ. ഈ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ 2 വലിയ ദുരന്തങ്ങൾ കേട്ടറിഞ്ഞ വലിയ ആഘാതത്തിലാണ് ഈ നാട്ടുകാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണ ജീവിതത്തിലേക്ക് ഈ മേപ്പാടി പ്രദേശം പോലും എപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്. ഏതായാലും ഇന്നത്തെ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പ്രധാനമന്ത്രി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം രാവിലെ 11:20 അദ്ദേഹം റൺവേയിൽ ഈ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തുക. തുടർന്ന് വ്യോമസേന ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് വരും എന്നാണ്. 2 ഓപ്ഷനുണ്ട്. ഒന്ന്, കാലാവസ്ഥ മോശമാണ് എങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം റോഡ് മാർഗം വയനാട്ടിലേക്ക് വന്നേക്കാം എന്നുള്ള സൂചനകളുണ്ട്. മലയാളിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടാകും പ്രധാനമന്ത്രിക്കൊപ്പം എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തന്നെ ഒപ്പമുണ്ടാകും, അതിനുശേഷം ഒപ്പമെത്തും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയും ഒപ്പം ഗവർണർ ഇന്നലെ തന്നെ കണ്ണൂരിലെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നാകും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക. അങ്ങനെ വിശദമായ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് കേന്ദ്രത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ സംവിധാനങ്ങൾ മുഴുവൻ, നമ്മുടെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കമുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഒരുപക്ഷെ കാര്യങ്ങൾ നേരിട്ട് പ്രധാനമന്ത്രി വിലയിരുത്തുന്നതിനൊപ്പം
ഇതുവരെയുള്ള പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നൊരു ബാധ്യത കൂടി സംസ്ഥാനത്തിനുണ്ട്. അതനുസരിച്ചാകും ഒരുപക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഓരോ തലത്തിലും ഉള്ള നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നത് പ്രധാനമാണ്. MG മിഥുൻ കൽപ്പറ്റയിലുണ്ട്, ഹെലിപാഡിലുണ്ട്. പ്രധാനമന്ത്രി വന്നിറങ്ങുന്ന ഹെലിപാഡിനോട് ചേർന്ന് MG മിഥുനുണ്ട്. മിഥുൻ, കേൾക്കാമെന്ന് കരുതുന്നു. പ്രധാനമന്ത്രി സന്ദർശനത്തിന് വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? SPG സുരക്ഷയടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വയനാട്ടിലുടനീളം. നമ്മൾ ഈ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്ന പാതയിലൊക്കെ പോലീസിന്റെ വലിയ സാന്നിധ്യം ഇന്നലെ കാണുന്നുണ്ടായിരുന്നു. സമാനമായി തന്നെയല്ലേ കാര്യങ്ങൾ? അതിനുശേഷം അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം ഈ SKMJ, എനിക്ക് പിന്നിൽ കാണുന്ന SKMJ ഗ്രൗണ്ടിലെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഹെലിപ്പാഡിൽ വന്നിറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാൽ, രാവിലെ തന്നെ ഇവിടെ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു, പുലർച്ചെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി നിലനിൽക്കുകയാണ്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാൽ ഒരുപക്ഷേ ഈ ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഷെഡ്യൂളിൽ ചില മാറ്റം വരുത്തും. റോഡ് മാർഗം പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാറ്റുകയും ചെയ്യും. എന്തായാലും ഇവിടെയാണ് അദ്ദേഹം വന്നിറങ്ങുക. 11:20 കൂടി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ ശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഇവിടേക്ക് എത്തും. ഏകദേശം ഒരു 11:45 കൂടി ഈ ഭാഗത്തേക്ക് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം ഗവർണറും മുഖ്യമന്ത്രിയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുരേഷ് ഗോപിയും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് അദ്ദേഹം ആകാശമാർഗം ഈ പറയുന്ന മേഖലകളിലേക്ക്, അതായത് ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് അദ്ദേഹം പോകുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ചൂരൽമലയും ഒപ്പം തന്നെ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം അടക്കമുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹം ആകാശമാർഗം ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സഞ്ചരിക്കും. അതേ രീതിയിൽ തന്നെ ചിലപ്പോൾ ഒരുപക്ഷേ ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ മോശമായാൽ ആ സമയത്തും മറ്റൊരു സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തുകൂടി റോഡ് മാർഗം അവിടേക്ക് എത്തുക എന്നുള്ളൊരു തീരുമാനത്തേക്ക് കൂടി ഈ ഒരു കാര്യങ്ങൾ എത്തുന്നു എന്നും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ പ്രദേശങ്ങളിലും റോഡ് മാർഗം എത്തി നേരിട്ട് അദ്ദേഹം ഈ ദുരന്തബാധിത മേഖല പ്രദേശങ്ങൾ സഞ്ചരിച്ച് അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുമെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരികെ ആ ദുരന്തബാധിത പ്രദേശങ്ങൾ സഞ്ചരിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം വിംസ് ഹോസ്പിറ്റലുകളിലേക്കും ഒപ്പം തന്നെ സമീപത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ SPG സംഘം ഇവിടെ ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് തന്നെ SPG സംഘം എത്തി കൃത്യമായി ദുരന്തബാധിത മേഖലകളും ഒപ്പം തന്നെ പ്രധാനമന്ത്രി പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ വിലയിരുത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായും ഒപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളുമായി SPG സംഘം കൂടിയാലോചനകൾ നടത്തുകയും മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതിനു ശേഷമാണ് അവിടെ നിന്ന് മടങ്ങി ചെയ്ത് ഇന്നലെ ഈ ഭാഗത്തെല്ലാം തന്നെ കൃത്യമായി ട്രയൽ റണ്ണുകൾ നടത്തിയിരുന്നു. ഹെലികോപ്റ്റർ മുഖേന, അതായത് ഈ പ്രധാനമന്ത്രി കടന്നു വരുന്ന ഭാഗത്ത് എല്ലാം തന്നെ അദ്ദേഹം വരുന്ന ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിരവധി തവണ ട്രയൽ റണ്ണുകൾ നടത്തിയിരുന്നു. ഹെലിപ്പാഡിൽ പലതവണ ഇറങ്ങി നോക്കുന്നു. ഒപ്പം തന്നെ ഈ ദുരന്തമായത് മേഖലകളിലൊക്കെ തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രയൽ റണ്ണുകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ റോഡ് മാർഗം ഒരു മോക്ക് ട്രയൽ എന്ന രീതിയിൽ അദ്ദേഹം വരാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മോക്ക് ട്രയൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയും ചെയ്തു. എന്തായാലും എനിക്ക് സമീപത്ത് കാണുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഏകദേശം ഒരു 10 മണിയോടുകൂടി തന്നെ പൂർണ്ണമായും ഈ SPG സുരക്ഷാ വലയത്തിലായിരിക്കും. അതിനുശേഷം ഇവിടെ നിന്നും തന്നെ ഒരു വാഹനങ്ങളും കടത്തിവിടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് മൈസൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്, ഒപ്പം തന്നെ കൽപ്പറ്റ ടൗണിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഇവിടെയൊക്കെ തന്നെ കർശനമായി ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ സമീപത്തെ ഈ വാഹനം കടന്നു പോകുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ബാരിക്കേഡുകൾ ഇരുവശങ്ങളുമായി വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും മറ്റുള്ളവരൊന്നും തന്നെ അകത്തേക്ക് പ്രവേശിക്കാത്ത തരത്തിൽ അത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും 11:20 കൂടിയാണ് അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിലെത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് മാധ്യമങ്ങൾക്കുൾപ്പെടെ ഒന്നും തന്നെ ഇവിടുന്ന് അകത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഈ പറയുന്ന ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് അകലെയാണ്, ആ കാണുന്ന പ്രദേശത്താണ് പ്രധാനമന്ത്രി വന്നിറങ്ങുക. അവിടെയാണ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഹെലിപ്പാഡുള്ളത്. അതിന്റെ ഇപ്പോൾ മറ്റ് വിലയിരുത്തലുകളും ഒപ്പം തന്നെ അവിടുത്തെ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ നേരത്തെ തന്നെ സംഘമെത്തി വിലയിരുത്തിയത്. ഇപ്പോഴും പോലീസ് സംഘമുണ്ട്, ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീമുണ്ട്, ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇപ്പോഴും അവിടെ ആ ഒരു ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. എന്തായാലും 11:20 കൂടി അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്നു. അരമണിക്കൂർ കൊണ്ട് തന്നെ അദ്ദേഹം ഈ SKMJ ഗ്രൗണ്ടിൽ വന്നിറങ്ങും. അതിനുശേഷമായിരിക്കും മറ്റ് ഷെഡ്യൂളുകൾ തീരുമാനിക്കുക. തുടർന്ന് ഈ റോഡ് മാർഗം തന്നെയായിരിക്കും അദ്ദേഹം ആദ്യം നിശ്ചയിച്ച പോലെ തന്നെ ആകാശമാർഗം ഇത്തരത്തിൽ ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ഏതെങ്കിലും തരത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എന്തെങ്കിലും പ്രതികൂല കാലാവസ്ഥ ഉണ്ട് എങ്കിൽ മാത്രമേ ആ ഒരു ഷെഡ്യൂളിൽ മാറ്റമുണ്ടാകൂ. റോഡ് മാർഗം പിന്നീട് ദുരന്തബാധിത മേഖലകളിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ രഞ്ജിത്തും
ധ്യാനമൊക്കെ നിൽക്കുന്ന മേപ്പാടി പ്രദേശത്തേക്ക് അദ്ദേഹം റോഡ് മാർഗം തന്നെയാണ് വരുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രഞ്ജിത്ത. തീർച്ചയായും അതാണ് ക്രമീകരണങ്ങൾ അങ്ങനെയാണ്. ഇന്നലെ നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം, നമുക്കറിയാം വയനാട് MP ആയിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം അമേഠിയുടെ MP ആയി മാറുന്ന രാഹുൽ ഗാന്ധി, അതിന്റെ പ്രതികരണം വളരെ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ നന്ദി മോദിജിക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നു, നാശത്തിന്റെ വ്യാപ്തി നേരിട്ട് കാണുമ്പോൾ പ്രധാനമന്ത്രി അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്നുള്ള ഉറപ്പ് തനിക്കുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ മുഖ്യമന്ത്രി അടക്കം വയനാടിന്റെ മുൻ MP അടക്കം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അതിനുള്ള നിയമപരമായ ഒരുപാട് കടമ്പകളുണ്ട് എങ്കിൽ പോലും നേരത്തെ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞത് അതിന്റെ നിയമവശങ്ങൾ കേന്ദ്രം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. കടമ്പകളുണ്ട് എങ്കിൽ പോലും അത്തരമൊരു സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ വയനാടിന് കൂടുതൽ ആശ്വാസമാകും, വയനാടിന് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, കൂടുതൽ പാക്കേജിലേക്ക് കാര്യങ്ങളെത്തും, വയനാടിന്റെ ദുരന്ത ബാധിതർക്ക് അതിൽ ആശ്വാസമാവുകയും ചെയ്യും. സ്വാഭാവികമായും പ്രധാനമന്ത്രി വരുമ്പോൾ വയനാട്ടിലെ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എന്താണ് അദ്ദേഹം പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ, ഏത് തരത്തിൽ വയനാടിനെ അദ്ദേഹം കൺസിഡർ ചെയ്യുമെന്ന കാര്യത്തിൽ നമുക്ക് അവരുടെ ആ ഒരു വൈകാരിക തലത്തിലേക്ക് കൂടി ഒന്ന് പോകണം. വിനേഷ് കുമാർ അവിടെയുണ്ട്. അദ്ദേഹം എനിക്ക് മനസ്സിലാകുന്ന ചിലപ്പോൾ നാട്ടുകാരുടെ സാന്നിധ്യവും വിനേഷിനൊപ്പം ഉണ്ടാകാം, ആളുകളുടെ പ്രതികരണം ഉണ്ടാകാം. വിനേഷ്, എന്താണ് വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ പ്രധാനമന്ത്രി വരുമ്പോൾ. കാരണം അത്രത്തോളം പ്രതീക്ഷയുണ്ട്. അദ്ദേഹം നേരിട്ട് ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എത്തുകയാണ്. വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയിൽ നിന്ന് കൂടുതൽ കരുതൽ വയനാട് പ്രതീക്ഷിക്കുന്നു. രഞ്ജിത്ത്, തീർച്ചയായും വയനാട് കേരളവും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി എന്തായാലും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം പരിഗണിക്കപ്പെടണം എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം, അതായത് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. എന്തായാലും ആ ഒരു നിലപാടിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് തന്നെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം അദ്ദേഹം പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിക്കാൻ തയ്യാറായതിന് തന്നെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാഗതം ചെയ്തതും നന്ദി രേഖപ്പെടുത്തിയതും. എന്തായാലും അത്തരത്തിലൊരു നീക്കം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വന്നിരുന്നു. സുരേഷ് ഗോപി വന്നപ്പോഴും പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രിയാണെങ്കിൽ പോലും സുരേഷ് ഗോപി ആ പരിമിതിയിൽ നിന്നുകൊണ്ട് സംസാരിച്ച് മടങ്ങുകയാണ് ചെയ്തത്. പക്ഷേ പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ കാരണം നമുക്കറിയാം ഒരു സമാനതകളില്ലാത്ത ദുരന്തത്തെയാണ് വയനാട് അഭിമുഖീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം പുത്തുമലയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ കവളപ്പാറയും പെട്ടിമുടിയും എല്ലാം തന്നെ വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോഴും ആളുകളെ കണ്ടെത്താനുണ്ട്, ഇപ്പോഴും മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു, ജനകീയ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ട്. കാരണം വീടും സർവ്വതും ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട കുറെ മനുഷ്യർ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അവരിപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുന്നുണ്ട്. സ്വാഭാവികമായും അവർക്ക് കൃത്യമായി തന്നെ ഇവിടെ ടൗൺഷിപ്പ് വേണം എന്നുള്ളൊരു ആവശ്യം, ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉണ്ട്. കാരണം ആ പ്രദേശത്ത് അവരെ അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യണം, അവിടെ ജനവാസയോഗ്യമല്ല എന്നതുൾപ്പെടെയുള്ള പഠനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഭൗമശാസ്ത്ര വിദഗ്ധരുടെ ഭാഗത്തുനിന്നും മറ്റും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തായാലും പ്രധാനമന്ത്രി എത്തുമ്പോൾ എന്തായിരിക്കും പ്രധാനമന്ത്രി പറയുക എന്നുള്ളതിനെ കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ കാതോർക്കുകയാണ് വയനാടൻ ജനത. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സാലി റാട്ടക്കൊല്ലി ചേരുന്നുണ്ട്. പ്രധാനമായും കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് തന്നെയല്ലേ? തീർച്ചയായും വയനാടിനെ സംബന്ധിച്ചും കേരളത്തിനെ സംബന്ധിച്ചും ഇത്ര വലിയൊരു ദുരന്തം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ പാക്കേജ് പ്രഖ്യാപിക്കുന്നതാണ് വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിലുള്ള പ്രഖ്യാപനത്തെ കാത്തു നിൽക്കുകയാണ് വയനാട്ടുകാർ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്യമൃഗശല്യമായിരുന്നു. നിരവധി ആളുകളാണ് വയനാട്ടിൽ മരണപ്പെട്ടത്. അതിനുശേഷം 2019 പുത്തുമല ദുരന്തം ഉണ്ടായി. അതിൽ നിരവധി ആളുകൾ കാണാനുണ്ട്. ഇനിയും അവർക്ക് വേണ്ട രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ വലിയ അപകടമാണ് മുണ്ടക്കൈയിലും ചൂരൽമലയും ഉണ്ടായിട്ടുള്ളത്. 400-ലധികം ബോഡികൾ ഇപ്പോൾ കിട്ടി. ഇനി 100-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന വീട്, അവർ കൃഷി ചെയ്യുന്ന സ്ഥലം പൂർണ്ണമായിട്ടും അവരെ ആ രക്ഷാപ്രവർത്തനത്തിന് നിങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തതാണല്ലോ, അതിന്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയും. അതുകൊണ്ട് തന്നെ പ്രധാനമായും കോൺഗ്രസ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ഇതിന് കൃത്യമായൊരു പാക്കേജിന്റെ അപ്പുറത്തേക്ക് ഇതൊരു ദേശീയ ദുരന്തമായി കഴിഞ്ഞാൽ, പക്ഷെ അതിന് പരിമിതികളേറെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിൽ പോലും ഒരു പാക്കേജ് ആണെങ്കിൽ പോലും അതിൽ പ്രധാനമായും പുനരധിവാസവും ഒപ്പം തന്നെ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും തന്നെയല്ലേ? തീർച്ചയായും ആ രീതിയിലുള്ള ഒരു പാക്കേജ് ആയിരിക്കണം പ്രധാനമന്ത്രി ഇന്ന് വന്ന് പ്രഖ്യാപിക്കേണ്ടത്.
അതുകൊണ്ടാണ് വയനാട്ടുകാർക്ക് അതിലൊരു ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അതിനുള്ളൊരു ഗുണം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, ഈ ദുരന്തം സംഭവിച്ച അന്ന് രാത്രി അർദ്ധരാത്രിയാണ് എന്നെ അവിടുന്ന് ഒരു പെൺകുട്ടി വിളിക്കുന്നത്. ഉടനെ തന്നെ കൽപ്പറ്റ MLAയും കൂട്ടി MLAയും ഞാനും അവിടെ പോയി ഇതിന്റെ രക്ഷാപ്രവർത്തനം പങ്കെടുത്താണ്. അത് പോകുന്ന സമയത്ത് തന്നെ MLA കൃത്യമായിട്ട് DGP, മുഖ്യമന്ത്രി, ഈ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, വയനാട് ജില്ലാ കലക്ടർ, DMO ഉൾപ്പെടെ ഉള്ള ആളുകളെ കൃത്യമായി കോടീകരിച്ചുകൊണ്ടാണ് അതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കത്തിലുള്ള നേതൃത്വം നൽകിയത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ കൃത്യമായി നടന്നു. നിരവധി ആളുകൾ എന്നാലും ലഭ്യമാക്കേണ്ടത്, അത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും തെരച്ചിൽ നിർത്തിയിട്ടില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പുത്തുമലയും അതുപോലെ തന്നെ ഈ ചൂരൽമല, മുണ്ടക്കൈയൊക്കെ തോട്ടം തൊഴിലാളികളുടെ ഒരു കേന്ദ്രമാണ്. കാരണം ഒരുപാട് ലയങ്ങളുള്ളതാണ്, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. അവരിങ്ങനെ എല്ലാ കാലങ്ങളിലും ഉരുൾപൊട്ടുമ്പോൾ 1924 ശേഷമുള്ള ഒരു ചരിത്രം നമ്മൾ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രകൃതിക്ഷോഭത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലം ഇങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെ പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഭൂമി വയനാട്ടിലുണ്ട്. ഒരു വയനാട്ടുകാരൻ എന്ന നിലയിൽ താങ്കൾക്ക് അറിയാമല്ലോ. നിരവധിയായ ഭൂമി വയനാട്ടിലുണ്ട്. പിന്നെ അതിന്റെ പരിസര പ്രദേശം കുറച്ച് ഇങ്ങോട്ട് വന്ന് മേപ്പാടി ഭാഗങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ പുനരധിവസിപ്പിക്കാനുള്ള നിരവധി ഭൂമികളുണ്ട്. തീർച്ചയായിട്ടും ഈ ദുരന്തത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനുള്ള ഒരു പാക്കേജ് പ്രധാനമന്ത്രി ഇവിടെ വരുന്ന സമയത്ത് പ്രഖ്യാപിക്കണം. അവർക്ക് അതിനുള്ള എത്രയും വേഗത്തിലുള്ള പുനരധിവാസം വേണ്ടത്. നിങ്ങൾക്കറിയാം, ചൂരൽമല, വെള്ളർമല സ്കൂൾ ഉൾപ്പെടെ ഈ ഇതിൽ തകർന്ന നിരവധി കുട്ടികൾ അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസം, നിലവിൽ അവിടെ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുകയാണ്. ഇതിற்கு ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെ സർക്കാർ പ്രഖ്യാപിക്കണം. അത് പ്രധാനമന്ത്രിയിലാണ് ഇവിടുത്തെ ജനം പൂർണ്ണമായിട്ടും ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ ഈ ലയങ്ങൾ ഇത് ജനവാസ കേന്ദ്രങ്ങളിലല്ല എന്നൊക്കെയുള്ള ഇതിന്റെ ഇപ്പൊ നമുക്കറിയാം, സെന്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിന്റെ റിപ്പോർട്ടൊക്കെ 10 വർഷം മുമ്പ് വന്നിരുന്നു. അതിലൊക്കെ തന്നെ ഈ ജനവാസ യോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ലയങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഹാരിസൺ മലയാളമുണ്ട്, AVT, ആയിഷ പ്ലാന്റേഷൻ, ഇങ്ങനെ ഈ പ്ലാന്റേഷന്റെ ഒക്കെ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇപ്പൊ ചെമ്പ്രമലയാണെങ്കിൽ ആയിഷ പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, AVT ഉണ്ട്, ഹാരിസൺ മലയാളമുണ്ട്, ഈ ചൂരൽമലയിലൊക്കെ ഇത്തരത്തിൽ ആളുകളെ, ഈ ലയങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കൂടി അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം കൂടി വരുന്നുണ്ട്. ഇതൊക്കെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എങ്ങനെ ആയിരിക്കും പ്രധാനമായും ഈ അവലോകന യോഗത്തിൽ ചർച്ചയാവുമോ? സാധ്യത എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ വയനാട്ടിൽ ഒരുങ്ങിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ അപകട സാധ്യതയുള്ള മേഖലയിലുള്ള ലയങ്ങളിൽ നിന്ന് ആളുകളെ പുനരധിവസിക്കേണ്ട ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാണ്. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടിയ അട്ടമല ഭാഗങ്ങളിൽ ഇനിയും ആളുകൾ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും അവിടെ താമസിക്കുന്നുണ്ട്. അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി ആ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അവരെ കൃത്യമായ അവബോധം നടത്തണം. അവർക്ക് ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ച് എന്താണ് അവർ കരുതുന്നത്? എനിക്ക് തോന്നുന്നു അവര് അവിടെ കൃഷി ഉൾപ്പെടെ അവരുടെ ജീവിതമാർഗം അവിടെ തോന്നുന്നു, അതിന്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പൊ അതിനുള്ള ഉതകുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിച്ച് അവരെയും കൂടി മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനമാണ്, ഒരു പാക്കേജാണ് പ്രഖ്യാപിക്കേണ്ടത്. എന്തായാലും നമുക്കറിയാം, ഈ ഭൂപ്രദേശത്തിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ട്. കാരണം ഈ മലകളുടെ മലഞ്ചെരുവുകളിൽ താമസിക്കുന്ന ആളുകളാണ്. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറിയ ആളുകളാണ്. ഒപ്പം തന്നെ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചതിന് പിന്നാലെ ഇവിടെ ലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവരെ റീലൊക്കേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനാവശ്യമായ സ്ഥലം സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പുനരധിവാസം, ഒരു ടൗൺഷിപ്പ് സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ആ സ്ഥലത്ത് തന്നെ ഒരു ടൗൺഷിപ്പ് സ്ഥാപിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത്, കാരണം സെന്റർ ഫോർ സയൻസ് ആൻഡ് എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിന്റെ റിപ്പോർട്ടെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ മലയടിവാരങ്ങളിൽ ആളുകളെ ഇങ്ങനെ തുടരാൻ അനുവദിക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെ, കാരണം അവരുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട്, അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളൊരു ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് അത്തരത്തിലേക്ക് ഒരു നീക്കത്തിലേക്ക് പോവും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും വയനാട്ടിലുണ്ട്. നമുക്കറിയാം, പെട്ടിമുടിയിലും അതുപോലെ തന്നെ കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ നടന്നതിനെ എത്രയോ വലിയ ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ വയനാട് അഭിമുഖീകരിച്ച്, ചൂരൽമല അഭിമുഖീകരിച്ച്, മുണ്ടക്കൈ അഭിമുഖീകരിച്ച്. നമുക്കറിയാം, അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ കൃത്യമായി തന്നെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ, അത്തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനം, ഒരുപക്ഷെ ഇന്ന് അത്തരത്തിലുള്ള ഒരു പദ്ധതി പ്രഖ്യാപനം ഉണ്ടാവില്ലെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ വയനാട്ടുകാർ. രഞ്ജിത്ത്.
തീർച്ചയായും വിനേഷ് കുമാറാണ് അവിടെ വയനാട്ടുകാരുടെ പ്രതീക്ഷയ്ക്കൊപ്പം ചേർന്നത്. ഇന്നലെ വിദഗ്ധ സംഘം, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്, വിദഗ്ധ സംഘം വയനാട്ടിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ഈ ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ച് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു എന്ന് പിന്നീടുള്ള അവരുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായി. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനം വേണം എന്നാണ് വിദഗ്ധ സംഘം. കാരണം തുടർച്ചയായി ഉരുൾപൊട്ടലുകൾ അഭിമുഖീകരിക്കുന്ന ഒരു ജില്ലയായി വയനാട് മാറുന്നു, വയനാടിന്റെ വിവിധ മേഖലകളിൽ. അപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാർ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തിയത്. ഒപ്പം ഇവരുമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിനിധികൾ കൂടി ചർച്ച നടത്തിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. മരിച്ചവരുടെയും കാണാതായവരുടെയും അടക്കമുള്ള പട്ടിക അടക്കം ജില്ലാ കളക്ടറിനോട് വിശദീകരിച്ചു. അവിടെയാണ് 2000 കോടി രൂപയുടെ ഒരു പാക്കേജ് കേന്ദ്ര സഹായം വേണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം നമ്മുടെ സംസ്ഥാനം ഉന്നയിച്ചിരിക്കുന്നത്. ക്യാമ്പിലുള്ളവരെ വീടുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ സംസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സർക്കാർ ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ 125ഓളം വീടുകൾ ഇതിനകം കണ്ടെത്തിക്കഴിഞ്ഞു എന്ന വിവരവും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അത്രത്തോളം കാര്യക്ഷമമായി ഇപ്പോൾ അധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ഒരു വരവ് ഇതിലൂടെ ചേർത്ത് വായിക്കേണ്ടത്. പ്രധാനമന്ത്രി വരുമ്പോൾ വയനാട് ദുരന്തം നേരിട്ട് കണ്ടു മനസ്സിലാക്കുക എന്ന അതീവ നിർണായകമായ ഒരു കാര്യമുണ്ട്. ആരുടെ സന്ദർശനത്തെക്കാളും ഏറ്റവും പ്രാധാന്യം നരേന്ദ്രമോദി ഇവിടെ എത്തുകയും ഈ വയനാടിന്റെ അവസ്ഥ കാണുകയും ചെയ്യുകയാണ്. കാരണം അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സമീപനം വയനാടിനോട് കരുതലുണ്ടായാൽ അത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. മിഥുൻ, നമുക്ക് 2-3 നേരത്തെ പറഞ്ഞതുപോലെ ഹെലികോപ്റ്റർ മാർഗമാകും അദ്ദേഹം ഒരു പക്ഷേ ഈ ദുരന്തബാധിത മേഖലകളിൽ പോകുന്നത്. പക്ഷേ റോഡ് മാർഗം ക്യാമ്പുകളിൽ പോകുമെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾ ഇവിടെ തൊട്ടടുത്തുള്ള ബിംസ് ആശുപത്രിയിലുണ്ട്. ഇവിടെ 8 കിലോമീറ്റർ അകലെയാണ്. അവിടെ അദ്ദേഹം പോകും എന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു 3-3.5 മണിക്കൂർ വയനാടിനൊപ്പം പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും. കാരണം വൈകിട്ട് 3:30 അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ 11:20 എത്തുന്ന പ്രധാനമന്ത്രി അത്രയും നേരം വയനാടൻ ജനതയ്ക്കൊപ്പം ചെലവഴിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തുക എന്നുള്ളത് തന്നെയാണ്. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും പിന്നീട് നമുക്ക് കാണാൻ പോകുന്നത്. കാരണം കൂടുതൽ ജനതയുണ്ട്, ഒപ്പം തന്നെ പരിക്കേറ്റവരൊക്കെ തന്നെ ഈ ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും കഴിയുന്നുണ്ട്. അവിടെ 75ഓളം പേർ ഇപ്പോൾ പരിക്കേറ്റവർ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ക്യാമ്പുകളിലായി നിരവധി പേർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. 16ഓളം ക്യാമ്പുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ക്യാമ്പുകൾ, അതായത് മേപ്പാടിയിലുള്ള ക്യാമ്പുകളിലായിരിക്കും പ്രധാനമായും പ്രധാനമന്ത്രി എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട വിവരങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ റോഡ് മാർഗവും ഒപ്പം തന്നെ 2, അതായത് പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ ഇത്രയും വലിയ VIP സെക്യൂരിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗങ്ങൾ കൊണ്ട് തന്നെ 2 രീതിയിൽ തന്നെ ഈ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ആകാശമാർഗവും ഒന്ന് റോഡ് മാർഗവും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അദ്ദേഹം ഈ ക്യാമ്പുകളിലേക്കും ഒപ്പം തന്നെ ഹോസ്പിറ്റലിലേക്കും വരുന്നത് റോഡ് മാർഗം തന്നെയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദുരന്ത ബാധിത മേഖലകളിലേക്ക് എത്തുന്ന കാര്യത്തിലാണ്, അതായത് നിലവിലിപ്പോൾ ആകാശം തെളിഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത്. മേഘാവൃതമാണ് എങ്കിൽ പോലും തന്നെ ഇപ്പോൾ ഒരു അനുകൂല കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ രാവിലെ ഈ സമയത്തൊക്കെ തന്നെ ഈ രീതിയിൽ തന്നെയായിരുന്നു ഇവിടുത്തെ ഒരു കാലാവസ്ഥ. പിന്നീട് ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നീട് വെയിലുണ്ടാകും, ഒരു തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇന്നും ആ രീതിയിൽ തന്നെ ആയിരിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ആകാശമാർഗം ഹെലികോപ്റ്ററിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കൊപ്പവും ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊപ്പവും സുരേഷ് ഗോപിക്കും ഒക്കെ ഒപ്പം അദ്ദേഹം ഈ ഒരു ദുരന്ത ബാധിത മേഖലകൾ ആകാശപൂർവ്വം ഇരുന്ന് അദ്ദേഹം വിലയിരുത്തും. ഒപ്പം തന്നെ എത്രത്തോളം വ്യാപ്തി ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നേരത്തെ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു അവസ്ഥയല്ല ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പുച്ചിരിവട്ടമാകട്ടെ, അല്ലെങ്കിൽ മുണ്ടക്കൈയാകട്ടെ, ചൂരൽമലയാകട്ടെ, ഈ 3 പ്രദേശങ്ങളും കൃത്യമായി പറഞ്ഞാൽ ആ ഒരു 3 ഗ്രാമങ്ങൾ അത് പൂർണ്ണമായും ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. ഏകദേശം 500-ലധികം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശവാസികൾ പറയുന്ന കണക്കുകൾ പ്രകാരമാണ്. സർക്കാരിന്റെ കണക്ക് പ്രകാരം ഇനി ഏകദേശം 133ഓളം പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഇതിനിയും ആളുകളുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിരവധി ആളുകളുണ്ടായിരുന്നു. അവരെയൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അവരൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശവാസികളിൽ പലരും ഇപ്പോഴും ഉള്ളത് ക്യാമ്പുകളിലാണ്. അവരിപ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ദുരന്തമുണ്ടായതിന്റെ ആ ഒരു നൊമ്പരത്തിൽ നിന്നുവരെയും അവർക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയാണ് ഈ വയനാടൻ ജനത, ചുരൽമലയിലെ ജനത, ഒപ്പം തന്നെ മുണ്ടക്കൈയിലെ ജനത എന്നുള്ളത് ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരൊക്കെ വന്നതിന് ശേഷം മാത്രമേ കഴിഞ്ഞ ദിവസം നടന്ന തെരച്ചിലിലും ഒക്കെ തന്നെ ഇവരിൽ
പല ആളുകളും അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ മറ്റുള്ളവർ, അതായത് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന അല്ലെങ്കിൽ മുണ്ടക്കൈ ഈ ദുരന്തമുണ്ടാകുന്ന പ്രദേശത്ത് അടുത്ത് താമസിച്ചിരുന്ന ആളുകളിൽ നിന്ന് മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവരെയൊക്കെ കണ്ട് പ്രധാനമന്ത്രി കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തും. അതുകൊണ്ട് തന്നെ പ്രധാനമായും കേരളം ഉന്നയിക്കുന്ന ഒന്നുകിൽ L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ദുരന്തത്തിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണ്. അതല്ല എങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നടക്കമുള്ള രണ്ട് ആവശ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. L3 കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തിയാൽ തന്നെ അത് സംബന്ധിച്ച് 75% നമുക്ക് അതിന്റെ തുക ലഭ്യമാകും. അത് കേരളത്തെ സംബന്ധിച്ച്, വയനാടിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരിക്കും. എന്തായാലും ഇന്ന് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു. രാജകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരുന്നു. അവർ 9 അംഗ സംഘമായിരുന്നു എത്തിയിരുന്നത്. അവർക്കൊപ്പം സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെഡും ഒപ്പം തന്നെ മറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒക്കെ വിദഗ്ധ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അവർ ഇവിടുത്തെ മന്ത്രിതല ഉപസമിതിയുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഇവിടുന്ന് നൽകിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം കൃത്യമായി ഈ സംഘം ഇവിടെ എത്തി അവർ ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച് അവിടെ കൃത്യമായി ഒരു പഠനം നടത്തിയതിനു ശേഷമാണ് ഇന്നലെ ദിവസം വൈകിട്ടോടുകൂടി തിരികെ പോവുകയും ചെയ്തത്. എന്തായാലും അക്കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും പ്രധാനമന്ത്രി ധരിപ്പിച്ചുണ്ടാകാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ കടന്നുവരവ്, അദ്ദേഹം എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ദുരിതമേഖലയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വീക്ഷിക്കുകയാണ് വയനാടൻ ജനത, ഒപ്പം തന്നെ സർക്കാരുമുള്ളത്. എന്തായാലും വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം റിവ്യൂ മീറ്റിംഗ് തൊട്ട് സമീപത്തുള്ള സിവിൽ സ്റ്റേഷനുള്ള കളക്ടറേറ്റിലാണ് ഈ റിവ്യൂ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ മന്ത്രിമാരുണ്ടാകും, മുഖ്യമന്ത്രിക്ക് പുറമെ ഗവർണർക്ക് പുറമെ മന്ത്രിമാരുണ്ടാകും, ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകും, ഒപ്പം തന്നെ NDRFന്റെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഒക്കെ മേധാവികളുണ്ടാകും. ഈ സന്നദ്ധ സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ നിലവിൽ ബെയിലിപ്പാലത്തിന് സമീപമുള്ളത് ആ ബെയിലിപ്പാലം തയ്യാറാക്കിയിട്ടുള്ള സേനാ വിഭാഗം മാത്രമാണ് അവിടെ ഉള്ളത്. മറ്റുള്ളവരൊക്കെ തന്നെ നേരത്തെ അവർക്ക് യാത്രയപ്പ് നൽകി അവർ 10 ദിവസത്തെ അവിടെ സേവനം മതിയാക്കി അവർ പിന്നീട് പോയിരുന്നു. തെരച്ചിൽ അവസാനിപ്പിച്ചവർ മടങ്ങിയിരുന്നു. എന്തായാലും ഈ വിഭാഗങ്ങളിൽപ്പെട്ടുള്ള ആളുകളും ഒക്കെയായി ഇന്നത്തെ റിവ്യൂ മീറ്റിംഗിൽ ഇവിടുത്തെ സാധ്യതകൾ, ഒപ്പം തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എത്രത്തോളം വ്യാപ്തിയുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടതിന് ശേഷം ഈ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു ഉച്ചയോടുകൂടി നിലവിൽ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം തിരികെ ക്യാമ്പുകളിൽ പോയി അതിനുശേഷം ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരെ കണ്ടതിന് ശേഷം തിരികെ മടങ്ങി കളക്ടറേറ്റിലേക്ക് എത്തുകയെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ റിവ്യൂ മീറ്റിംഗിന് ശേഷം അദ്ദേഹം തിരികെ ഈ SKMJ ഗ്രൗണ്ടിലെത്തി തിരികെ കണ്ണൂരിലേക്ക് മടങ്ങും. കണ്ണൂരിൽ നിന്ന് അവിടെ നിന്ന് 3:20 അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. തിരികെ ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങുകയും ചെയ്യും. അങ്ങനെ ആ രീതിയിലാണ് എന്തായാലും പ്രോസസ് ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത, തീർച്ചയായും നമുക്ക് ഇതുവരെ മനസ്സിലാകുന്നത് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് എന്നുള്ളത് 226 മരണമാണ്. പക്ഷെ അനൌദ്യോഗികമായി 500-നടുത്ത ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. സർക്കാർ ഒരുപക്ഷെ ഈ ലഭ്യമായ ശരീരഭാഗങ്ങളൊക്കെ നോക്കി ഔദ്യോഗികമായി മാത്രമേ അത്തരം മരണവിവരങ്ങൾ പ്രഖ്യാപിക്കാനാവൂ എന്നുള്ളതും പ്രധാനമാണ്. 133 പേരെ കാണാതായ ഒരു കണക്ക് കൂടി ഇന്നലെ സർക്കാർ മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു. പല ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ സംസ്കാരമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അങ്ങനെ അത്യന്തം ദയനീയമായ ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഒരു ജില്ല, ചില പ്രദേശങ്ങൾ. ഞാൻ നിൽക്കുന്ന ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്ത് ഈ ചൂരൽമല എന്ന പ്രദേശം എന്നൊക്കെ പറഞ്ഞാൽ ആ മേഖല ഇതുപോലെ സജീവമായിരുന്ന ഒരു മേഖലയാണ്. ഈ മേപ്പാടി പോലെ തന്നെ സജീവമായിരുന്ന ഒരു ഗ്രാമമാണ്, ഒരു പ്രദേശമാണ്. അത് അപ്പാടെ ഇല്ലാതായി എന്ന് പറയുമ്പോൾ, അവിടെ ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ, അവിടെ ഉണ്ടായിരുന്ന കടമുറികളോ ബാങ്കുകളോ വ്യാപാര സ്ഥാപനങ്ങളോ വീടുകളോ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം, അതായത് ആ മേഖലയില്ല, അതിന്റെ ഒരു വ്യാപ്തി അത്രത്തോളം വലുതാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ MS അനീഷ് കുമാറും വിനേഷും അനുമോദും ഡാൻ കുര്യനും MG മിഥുനും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മേഖലയിൽ നിന്ന് അവിടുത്തെ അത്യന്തം ദയനീയമായ കാഴ്ചകൾ പ്രേക്ഷകർക്കായി എത്തിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകണം. MS അനീഷ് കുമാർ അവിടെയുണ്ട്. അനീഷ്, മന്ത്രിമാർ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് നമ്മുടെ റവന്യൂ മന്ത്രി അടക്കമുള്ളവർ കുറെ ദിവസങ്ങളായി ഇവിടെയുണ്ട്. മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. പൊതുമരാമത്ത് മന്ത്രിയുടെ അടക്കം സാന്നിധ്യമുണ്ട്. ഇന്ന് ഇവർക്ക് കൂടുതലായി പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ചില കാര്യങ്ങൾ കാണുമല്ലോ. നമുക്ക് മനസ്സിലാകുന്നത് ഈ സന്ദർശനത്തിന് ശേഷം ഒരു ചെറിയ റിവ്യൂ മീറ്റിംഗിൽ അല്പസമയമെങ്കിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. അത് സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സൌകര്യപ്രദമായ ഒരു സ്ഥലത്ത് വെച്ച് റിവ്യൂ മീറ്റിംഗ് ഉണ്ടാകുമെന്നാണ്. അവിടെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്താണ് മന്ത്രിമാർക്ക് ബോധ്യപ്പെടുത്താൻ, അവരുടെ തയ്യാറെടുപ്പുകൾ ഏത് തരത്തിലാണ്? അത്തരത്തിലുള്ള ഒരു പാക്കേജ് പോലെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണോ നമ്മുടെ മന്ത്രിമാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്?
തീർച്ചയായും സമഗ്രമായ ഒരു പുനരധിവാസ പാക്കേജ് തന്നെയാണ് മന്ത്രിമാർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെക്കുക, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മന്ത്രിമാർക്ക് മുന്നിൽ വെക്കുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, അതായത് ദുരന്തമുണ്ടായ ദിവസം മുതൽ ഇവിടെ തങ്ങി കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ് മന്ത്രിമാർ. അല്പസമയത്തിനകം നമുക്ക് അവരുടെ പ്രതികരണം ലഭ്യമാവും. റവന്യൂ മിനിസ്റ്റർ കെ രാജൻ താൽക്കാലികമായ അത്യാവശ്യ കാര്യത്തിനായി തൃശൂർ വരെ പോയിരുന്നു. അദ്ദേഹം പുലർച്ചെ തന്നെ ഇവിടേക്ക് മടങ്ങി ഒരു 9 മണിയോടുകൂടി കളക്ടറേറ്റിലെത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രി റിയാസും ആ ദിവസം മുതൽ നിൽക്കുന്നു. അർദ്ധരാത്രിയിലും മറ്റുമൊക്കെയാണ് കോഴിക്കോട് എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ടെങ്കിലും പോയി പുലർച്ചെ തന്നെ വീണ്ടും ഇവിടേക്ക് മടങ്ങിയെത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിരവധി പ്രശ്നങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം സംസ്ഥാന സർക്കാരിന് മാത്രം താങ്ങാവുന്ന ഒരു ആഘാതമല്ല ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ ലഭിക്കുന്ന സംഭാവനകൾ കൊണ്ടൊന്നും ഒന്നും ആവാത്ത ഒരു സാഹചര്യം. കാരണം ഒരു ATM കാർഡ് പോലും കയ്യിൽ ഇല്ലാത്ത വിധം ഒന്നുമില്ലാത്ത ആൾക്കാരായി മാറിയ ആളുകളാണ്. അവർക്ക് സാമ്പത്തികമായ സഹായം നൽകണം, മറ്റ് പുനരധിവാസം നൽകണം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന ഈ ദുരിതാശ്വാസ നിധിയാവട്ടെ വളരെ ചുരുങ്ങിയതാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ മഹാരാഷ്ട്ര പോലെ അടിക്കടി പ്രളയം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ മുംബൈ നഗരം തന്നെ പ്രളയത്തിൽ മുങ്ങിപ്പോയ ഇടങ്ങൾക്കായി 2000 കോടിയും ഗുജറാത്തിനായി 1400 കോടിയും രാജസ്ഥാനും മധ്യപ്രദേശിനുമൊക്കെയായി 1000 കോടിയിലധികമൊക്കെ നൽകുമ്പോൾ 240 കോടി രൂപ മാത്രമാണ് കേരളത്തിന്, ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിന് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാവും പ്രധാനമായും കേരളം ഉന്നയിക്കുക. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ, അതായത് പ്രളയമുണ്ടാവുന്നു, ഡാം തുറക്കുമ്പോൾ പ്രശ്നം, ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ, വെള്ളപ്പൊക്കം മൂലം അടിക്കടി ഉണ്ടാവുന്ന പ്രശ്നം, കൊച്ചി നഗരമടക്കം പലപ്പോഴും മുങ്ങിപ്പോകുന്ന സാഹചര്യം, തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യം, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ കുറച്ചുകൂടി പരിഗണന സംസ്ഥാനത്തിന് വേണം എന്ന ആവശ്യം ഏറെ നാളായി കേരളം ഉന്നയിക്കുകയാണ്. എന്തായാലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കും. ഒപ്പം ഈ ദുരന്തത്തെ ഒരു പ്രത്യേക പാക്കേജായി പരിഗണിക്കണമെന്ന ആവശ്യം നമുക്കറിയാം. ഈ ഉരുൾപൊട്ടലിൽ ഏതാണ്ട് കിലോമീറ്ററുകളോളം പൂർണ്ണമായി തകർന്നു കിടക്കുന്ന ഒരവസ്ഥ, ഒരു ചെറു പട്ടണം അപ്പാടെ നശിച്ചുപോയ സാഹചര്യം. അതുകൊണ്ട് ആ സ്ഥലങ്ങളിലെ അവശിഷ്ടങ്ങൾ നീക്കുന്നത് പോലും ഒരു വലിയ ജോലിയാണ്. അതിനുശേഷം അവർക്കായി ഉചിതമായ ഒരു ടൗൺഷിപ്പിനുള്ള സ്ഥലം കണ്ടെത്തണം, ടൗൺഷിപ്പിനായുള്ള അനുബന്ധ കാര്യങ്ങൾ കണ്ടെത്തണം. ഒപ്പം അവരുടെ ജീവനോപാധികൾ പലർക്കും നഷ്ടമായിട്ടുണ്ട്. അത്തരം ജീവനോപാധികൾ നൽകണം. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഈ ജനത ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇതൊക്കെ പരിഗണിക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് സമഗ്രമായി വേണ്ടത്. അതുകൊണ്ട് ഈ ഒരു പാക്കേജിനായി 2000 കോടിയുടെ സഹായമാണ് പ്രധാനമന്ത്രിയിൽ നിന്നും തേടുന്നത്. നേരത്തെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒരു പ്രാഥമിക റിപ്പോർട്ട് PMOയ്ക്ക് നൽകുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും. ഒപ്പം ആർമിയുടെയും NDRFന്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്ഥലങ്ങളിൽ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. അവരിൽ നിന്നൊക്കെ കൂടുതലായി റിപ്പോർട്ട് ലഭിക്കും. ഒപ്പം ഭാവിയിൽ ഉണ്ടാവാനിടയുള്ള പ്രശ്നങ്ങൾ, ഏത് തരത്തിലുള്ള ആളുകളെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് താമസിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ളൊരു പുനരധിവാസം നടത്തണം, ഒപ്പം ഭാവിയിൽ കെട്ടിട നിർമ്മാണം ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട മുൻകരുതലുകൾ തുടങ്ങി സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിനുമേൽ വേണ്ടിവരും. അവർക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കേണ്ടി വരും. ഇന്നലെ പോലും ഒരു ചെറു ചലനമുണ്ടായപ്പോൾ നടുങ്ങി വിറച്ച ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതെന്തായാലും ഭാഗ്യത്തിനൊരു ഭൂചലനമോ മറ്റു പ്രശ്നങ്ങളോ അല്ല എന്ന് അധികൃതർ കണ്ടെത്തിയെങ്കിൽ പോലും ഇത്തരത്തിൽ ഭയചകിതമായ ജീവിതം തുടരുന്ന ഒരു ജനതയാണ് വയനാട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളം മുഴുവൻ കണ്ണീരൊഴുക്കിയത് വയനാട്ടിലെ ഈ വന്യജീവികളുടെ ആക്രമണം മൂലം ആളുകൾ മരിക്കുന്ന സാഹചര്യം ഇപ്പോഴും പലയിടങ്ങളിലും ഇത്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു പാക്കേജ് വയനാടൻ ജനതയുടെ ജീവിതത്തിനുമേൽ വേണം. അത്തരം ഒരു ആവശ്യമാവും സർക്കാർ പ്രധാനമന്ത്രിക്ക് മേൽ വെക്കുക. എന്തായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രധാനമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എക്സിൽ പോസ്റ്റ് വരെ ഇട്ടു. പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാനെത്തുന്ന ഒരു നല്ല കാര്യം, കാര്യങ്ങളുടെ വ്യാപ്തി താങ്കൾക്ക് നേരിട്ട് മനസ്സിലാവുമ്പോൾ കൂടുതൽ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ അദ്ദേഹം അടക്കം പറയുമ്പോൾ എല്ലാ ജനങ്ങളും ഈ ദുരന്തബാധിതരായും സർക്കാരും ഒക്കെ വലിയ പ്രതീക്ഷയിലാണ്. അദ്ദേഹം വരുമ്പോൾ ഈ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുമ്പോൾ ഒരു അർഹമായ സഹായം, ഒരു കൈത്താങ്ങ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മന്ത്രിമാരടക്കമുള്ളവർ ഇക്കാര്യമാണ് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം നമുക്ക് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ ലഭ്യമാകും. രഞ്ജിത്ത്. സാഹചര്യം, അതായത് നമുക്ക് നമ്മുടെ മന്ത്രിമാരടക്കം ഇന്ന് അവിടെയുണ്ട്. മന്ത്രിമാരുടെ സാന്നിധ്യം, നിരവധി മന്ത്രിമാരുടെ സാന്നിധ്യം ഇന്ന് വയനാട്ടിലുണ്ട്. കൂടുതൽ മന്ത്രിമാർ എത്തിയേക്കാം. മുഖ്യമന്ത്രി ഒരുപക്ഷെ
പ്രധാനമന്ത്രി വരുന്ന സമയത്തേക്ക് വയനാട്ടിലേക്ക് എത്തും. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഈ സന്ദർശന സമയത്ത് ഹെലികോപ്റ്റർ അടക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അത്രത്തോളം പ്രധാനമാണ്. നമുക്കിപ്പോൾ ഡാൻ കുര്യനിലേക്ക് ഒന്ന് പോകണം. ഡാൻ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡാനുള്ളത് ഹോസ്പിറ്റലിന്റെ സമീപത്താണെന്ന് മനസ്സിലാക്കുന്നു. അവിടെയും റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ പ്രധാനമന്ത്രി ആശുപത്രിയിലേക്ക് വന്നേക്കാം. വിംസ് ആശുപത്രിയിൽ വന്ന് ഈ ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകളെ സന്ദർശിച്ചേക്കാം എന്ന സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ ഒരു ഷെഡ്യൂൾ അദ്ദേഹത്തിന്റെ പരിപാടിയിലുണ്ട്. എന്താണ് ആശുപത്രിയിൽ എത്ര പേർ ചികിത്സയിലുണ്ട്? അവരുടെ സാഹചര്യം എങ്ങനെയാണ്? ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾ ഇപ്പോഴും അവിടെയുണ്ടോ? കൂടുതൽ സംവിധാനങ്ങൾ അവരുടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് ഡാനിന് അവിടെ കാണാൻ സാധിക്കുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിന്റെ പ്രവേശന കവാടത്തിന് സമീപത്താണ്. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് മൂപ്പൻസ് മെഡിക്കൽ കോളേജിന്റെ പരിസരത്തും പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായ പരിശോധനകൾ, അതായത് പോലീസിന്റെ നിരീക്ഷണം ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചതാണ്. ആശുപത്രി ആയതിനാൽ വാഹനങ്ങളും മറ്റ് ഇവിടേക്ക് രോഗികളുമായി എത്തുന്ന വാഹനങ്ങളും മറ്റും ഇവിടെ നിന്ന് നീക്കുക എന്നത് പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഒരു 10 മണിക്ക് ശേഷം ആയിരിക്കും ഇവിടെ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. നമുക്കറിയാം, ഈ ദുരന്തമുണ്ടായി ഏറ്റവും ആദ്യം രോഗികളെ എത്തിക്കുന്ന ഒരു ആശുപത്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രി എന്ന് പറയുന്നത് ഈ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയായിരുന്നു. ഇവിടേക്കാണ് ഈ പരിക്കേറ്റവരെ, അല്ലെങ്കിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പൊരുതിയവരെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ എത്തിച്ചത് ഈ വിംസ് ആശുപത്രിയിലേക്കായിരുന്നു. ഇവിടെ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ആളുകളുണ്ട്. എത്ര പേരാണ് കൃത്യമായി ചികിത്സയിൽ തുടരുന്നത്, അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആശുപത്രി അധികൃതർ തന്നെയാണ് വ്യക്തത തരേണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമുക്ക് ലഭ്യമായ സൂചന അനുസരിച്ച് ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നവർ കുറച്ചു പേർ ഇതിനോടകം അവരുടെ ആരോഗ്യനില വീണ്ടെടുത്ത് ചികിത്സ അവസാനിപ്പിച്ച് അവരുടെ ബന്ധു വീടുകളിലേക്ക് മറ്റും മടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ആളുകളുമുണ്ട്. അവരെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രി ഈ ആശുപത്രിയിലേക്ക് തന്നെ എത്തുന്നതെന്ന സൂചനയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില ഈ അപകടത്തിൽ പരിക്കേറ്റവർ, ഈ ദുരന്തത്തിൽ പരിക്കേറ്റവർ കൂടി ഇവിടെ ചികിത്സയിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ അവരെ നേരിൽ കാണുന്നതിനായിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ രോഗികളുമായി കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു സ്ഥലം സജ്ജമാക്കും ആശുപത്രിക്കകത്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ SPJ ഉദ്യോഗസ്ഥരുടെ അവർ തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഈ ചികിത്സയിൽ തുടരുന്നവരുമായി പ്രധാനമന്ത്രി നടത്തുക. എന്തായാലും അദ്ദേഹം ഇവിടെ ഹെലികോപ്റ്ററിൽ എത്തിയതിനു ശേഷം ദുരന്തബാധിത മേഖലകൾ ആദ്യം വ്യോമ നിരീക്ഷണം നടത്തിയതിനു ശേഷം തിരികെ കൽപ്പറ്റയിലെത്തുന്നു. കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ഒരുപക്ഷെ അദ്ദേഹം ആദ്യം എത്തുക ഈ ആശുപത്രിയിലേക്കായിരിക്കാം. അത്തരം സൂചനകളാണ് ലഭിക്കുന്നത്. ഇവിടെ എത്തി ഈ ചികിത്സയിൽ തുടരുന്നവരെ സന്ദർശിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്താൻ ഇടയുള്ളൂ. അതിനുശേഷം മാത്രമേ കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയുള്ളൂ എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന. ഈ ചാർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉള്ളതായി ഇതിനോടകം അറിയത്തില്ല. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്കായിരിക്കും അദ്ദേഹം വ്യോമ നിരീക്ഷണത്തിന് ശേഷം ആദ്യമായി, ദുരന്ത മേഖലകൾ വ്യോമ നിരീക്ഷണം നടത്തിയതിനു ശേഷം ആദ്യമായി എത്തുകയെന്നാണ് അറിയുന്നത്. അതിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുമടക്കം ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് മനസ്സിലാകുന്ന സാഹചര്യം. അതാണ് ഇപ്പോൾ ആ ആശുപത്രിയുടെ പരിസരത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിംസ് ആശുപത്രിയിൽ പ്രധാനമന്ത്രി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമാണ് ഇക്കാര്യങ്ങളൊക്കെ സംഭവിക്കുക. കാരണം അത്രത്തോളം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ജാഗ്രതയിലാകും SPG സംഘമടക്കം ഉണ്ടാവുക. ഇവിടെ തൊട്ടടുത്തുള്ള ക്യാമ്പുണ്ട്. ഇതിനോട് ചേർന്ന് ഈ മേപ്പാടി മേഖലയിൽ തന്നെ സ്കൂളിൽ ക്യാമ്പുണ്ട്. ആ ക്യാമ്പിലും ഒരുപക്ഷെ പ്രധാനമന്ത്രി എത്തിയേക്കാം. പക്ഷേ ആ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രിയുടെ വരവിനെ തുടർന്ന് നമുക്കും പ്രവേശനമില്ല, മാധ്യമങ്ങൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ലാത്ത ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിനേഷ്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമുക്കൊന്നും സങ്കല്പിക്കാനാകാത്ത ഒരു ദുരന്തമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അല്ല. ആ മേഖലകളിൽ നേരിട്ടെത്തുമ്പോഴാണ് ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നത്. കാരണം 3-4 ആൾ പൊക്കമുള്ള കല്ലുകൾ, പാറക്കല്ലുകൾ വന്ന് പതിച്ച ഒരു പ്രദേശമാണ്. ഏതാണ്ട് 400-ന് മുകളിൽ വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. ഒരു സജീവമായ ഒരു മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങളോ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി, മനുഷ്യരും അവശേഷിക്കുന്നില്ല. നിരവധി മനുഷ്യരെക്കുറിച്ച് ഇപ്പോഴും വിവരം ലഭിക്കാനുണ്ട്. അപ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമ്മൾ നേരിട്ട് ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു ഭീകരത മനസ്സിലാകുന്നത്. വിനേഷ്,
അത് വിനേഷ് നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്ത ഒരാളാണല്ലോ. ഈ ദുരന്തം അതെങ്ങനെ അതിജീവിക്കും വയനാട്? ബിനേഷിലേക്ക് വരാം. ബിനേഷിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഡാന് ഏതായാലും പ്രധാനമന്ത്രി വരുമ്പോൾ ഈ ഷെഡ്യൂളുകളിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതകൾ ഡാൻ കുര്യൻ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഡാനും മിഥുനുമുണ്ട്, MG മിഥുനുമുണ്ട്. ഡാൻ ഈ നേരത്തെ പറഞ്ഞപ്പോൾ ഡാനും ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് നമ്മൾ രാവിലെ സംസാരിക്കുകയായിരുന്നു. നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചകൾ കണ്ട് നമ്മൾ ആശങ്കപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിന്റെ ദുരന്തം ഒരുപക്ഷെ പുത്തുമലയൊക്കെ എത്രയോ മുകളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ വയനാട് ഇതിനെ അതിജീവിക്കുക എന്നുള്ളത്, അതിന് പൂർണ്ണമായ പിന്തുണ വയനാട് ലഭിക്കുക എല്ലാ മേഖലകളിൽ നിന്നുമുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഈ അതിജീവനം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് എങ്ങനെ സാധ്യമാകുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇത് സമീപകാലത്തൊന്നല്ല, കേരളം ഇങ്ങനെയൊരു മഹാദുരന്തം ഇതിനോടകം നേരിട്ടിട്ടില്ല. ആ സമീപ ദശകങ്ങളിലൊന്നും അത് കൃത്യമായി കാണാൻ കഴിയും. നമുക്ക് ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഒരു തവണയെങ്കിലും നേരിൽ കാണുന്നവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല. 2 ഗ്രാമങ്ങൾ മുഴുവനായി, 2 ചെറു ടൗണുകൾ മുഴുവനായി ആ വെള്ളത്തിൽ പാറക്കെട്ടുകൾക്കൊപ്പം ചെളിമണ്ണിനൊപ്പം ചോർന്നൊലിച്ച് കുത്തിയൊലിച്ച് സൂചിപ്പാറയിലേക്ക് ഒഴുകിപ്പോയെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് സങ്കല്പിക്കാൻ കഴിയുക? അത്രമാത്രം വലിയൊരു ദുരന്തമാണ് 12 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വയനാട്ടിലുണ്ടായത്. സ്വാഭാവികമായി ഈ മുണ്ടക്കയെയും പുഞ്ചിരിമട്ടത്തെയും ചൂരൽമലയും ഒക്കെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി ഇനി എത്ര കണ്ടങ്ങ് സാധ്യമാകും എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം ഈ ദുരന്തമുണ്ടായ മേഖലകളിൽ, പ്രത്യേകിച്ച് ആ സ്ഥലങ്ങളിലേക്ക് ഇനി ആളുകൾ താമസിക്കാനായി തിരികെ വരുമോ? സ്വാഭാവികമായി സ്വന്തം മണ്ണാണ്, ആ മണ്ണാണ് ഇങ്ങനെ മണ്ണിൽ ഈ ചോർന്നൊലിച്ച് പോയിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് ഇനി അവർ തിരികെ എത്തുമോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് തിരികെ എത്തിയില്ലെങ്കിൽ അതിജീവനത്തിന് മറ്റെവിടെ ഇത്രയധികം ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടി, അവർക്ക് ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മറ്റേത് ഭാഗം ഒരുമിച്ച് തിരഞ്ഞെടുത്ത് നൽകാൻ കഴിയും? ഇതടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു ആശങ്ക ഉണർത്തുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അതിജീവനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രായോഗികമായ ക്രിയാത്മകമായ ഇടപെടലുകളാണ് ഉണ്ടാകേണ്ടത് എന്ന ഒരു കാര്യം കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി പൊതുവെ വരുന്നതും. അവിടെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നുള്ള ഒരു അഭിപ്രായം സ്വാംശീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിന് കഴിയുമോ? നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഒരു ഇടപെടൽ, അവരുടെ ഒരു പാക്കേജ് വയനാടിന് വേണ്ടി വേണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി തന്നെ ഇവിടെ നേരിട്ടെത്തി ദുരന്തമുണ്ടായ സ്ഥലങ്ങൾ നേരിട്ട് കാണുന്നതിലൂടെ അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ബോധ്യമുണ്ടാകും എന്ന് തന്നെയാണ് സർക്കാരും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പമാണ് ഇന്നലെ ഇവിടെ എത്തിയ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. അവർ കൃത്യമായി ദുരന്ത മേഖലകളിലെല്ലാം സന്ദർശനം നടത്തിയിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് NDRFന്റെ മേധാവി, ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന NDRF മേധാവി തന്നെ നമ്മളോട് വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായി അവരടക്കം തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ കൃത്യമായി പരിഗണിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, ഈ ദുരന്ത മേഖലകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി, ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി കൃത്യമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന ഒരു കൃത്യമായ ആവശ്യത്തിൽ സംസ്ഥാനം ഉറച്ചു നിൽക്കുന്നത് ആ ദുരന്തത്തിന്റെ വ്യാപ്തി കാരണം തന്നെയാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കണ്ടതാണ് എത്ര വലിയ സഹായമാണ് ഈ വയനാട്ടിലേക്ക് പ്രവഹിച്ചത് എന്നുള്ളത്. വയനാട്ടിലേക്ക് പ്രവഹിച്ച സഹായങ്ങൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെയും മറ്റും കണ്ടതാണ്. അത്രയധികം ജനങ്ങൾ വയനാടിനെ കരുതുന്നു. ഇപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നം, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ പുനരധിവാസത്തിനുള്ള ഒരു സാമ്പത്തിക പ്രശ്നം ഒഴിച്ച് ബാക്കി ഒരു സഹായവും വയനാടിന് ഇല്ലാതാകുന്നില്ല. കാരണം അത്രത്തോളം കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. സാധന സാമഗ്രികളായാലും വസ്ത്രങ്ങളായാലും ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങളായാലും ഒക്കെ നിരവധിയായി ഇനിയും ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ എത്തിക്കേണ്ട എന്ന് ജില്ലാ കളക്ടർക്ക് തന്നെ പറയത്തക്ക രീതിയിലുള്ള വലിയ ഒരു മാതൃകാപരമായ സംഭാവന ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് പ്രധാനമാണ്. MG മിഥുൻ ഉണ്ട്, ഒപ്പം S വിനേഷ് കുമാറും തുടരുന്നുണ്ട്, MS അനീഷ് കുമാറും ഉണ്ട്. മിഥുന്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ പ്രധാനമന്ത്രി സന്ദർശനത്തിൽ ഉണ്ടാകാൻ പോകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ ദുരിതാശ്വാസ മേഖലകളിൽ ഈ അപകട മേഖലയിൽ ഹെലികോപ്റ്റർ സന്ദർശനം നടത്തുന്നതിനൊപ്പം ഈ ആശുപത്രിയിലെത്തും അദ്ദേഹം. ഒപ്പം ഈ ക്യാമ്പുകളിൽ പോയി ആളുകളെ സന്ദർശിക്കും എന്നുമാണല്ലോ. മുഖ്യമന്ത്രിയും അനുഗമിക്കുമോ അദ്ദേഹത്തോടൊപ്പം? ഇപ്പോൾ എന്താണ് അത്തരം കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിവരം?
രഞ്ജിത്ത്, കണ്ണൂരിൽ നിന്ന് പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണറും സുരേഷ് ഗോപിയും ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ ആകാശമാർഗം ഈ പ്രദേശങ്ങളിൽ സന്ദർശിക്കുമ്പോഴും ഇവരും ഉണ്ടാകും. ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുമ്പോഴും ഇവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ ആ രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആകാശമാർഗം ഈ ദുരന്തബാധിത മേഖലകളിൽ മുഖ്യമന്ത്രി ഉറപ്പായും ഉണ്ടാകും, ഗവർണർ ഉറപ്പായും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പിന്നീട് അവർ ഈ ക്യാമ്പിലേക്ക് വരുന്നതിന് വേണ്ടി തിരികെ ഈ SKMJ ഗ്രൗണ്ടിലേക്ക് വീണ്ടും ഹെലിപ്പാഡിൽ വന്നിറങ്ങും. ഇവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വാഹനങ്ങളിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ഇവിടുന്ന് പുറപ്പെടുക. അവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് ആയിരിക്കും ഒരുപക്ഷെ ആദ്യം പോവുക. അതിനുശേഷമായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു പുറമെ അതിനുശേഷം അവിടെ രണ്ടിടത്തും പോയതിനു ശേഷം അവിടുത്തെ ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു കാര്യങ്ങൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയതിനു ശേഷം തിരികെ ഈ റിവ്യൂ മീറ്റിംഗ് നടക്കുന്ന കളക്ടറേറ്റിലേക്ക് പ്രധാനമന്ത്രി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആ രീതിയിലാണ് ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. തുടർന്ന് 3:20 അദ്ദേഹം ഇവിടുന്ന് SKMJ ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം കണ്ണൂരിലേക്ക് തിരിക്കും. അവിടെ നിന്ന് ഡൽഹിക്ക് പോകും ഈ രീതിയിൽ തന്നെയാണ് ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ ടാൻകുര്യം പറഞ്ഞതുപോലെ തന്നെ ഈ കേന്ദ്ര സംഘം ഇന്നലെ എത്തിയിരുന്നു. അതിൽ കേന്ദ്ര സംഘത്തിന്റെ ഈ ഒരു സന്ദർശനം ഇന്നലെ വൈകിട്ടോടുകൂടി ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഇന്ന് പ്രധാനമന്ത്രി എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി അവരുടെ സന്ദർശനം രാവിലത്തേക്ക് മാറ്റുകയായിരുന്നു. സ്വാഭാവികമായും ഇവിടുത്തെ റിപ്പോർട്ടുകളെല്ലാം തന്നെ നേരത്തെ തന്നെ ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം തന്നെ മറ്റു ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അത് അവർ പഠനത്തിന് വിധേയമാക്കിയിരുന്നു. ഒപ്പം തന്നെ നേരിട്ടെത്തി ഇവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയത്. 9 അംഗ സംഘമാണ് എത്തിയത്. അതിൽ പ്രധാനപ്പെട്ട എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ആ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. കാരണം ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ. ഒപ്പം തന്നെ ഇവിടുന്ന് നൽകിയ റിപ്പോർട്ടിന്റെ പ്രകാരം എത്രത്തോളം വലിയ ദുരന്തമാണ് ഈ ഒരു വയനാടൻ ജനതയ്ക്ക് ഉണ്ടായത്. വയനാട്ടിലെ ഈ ചൂരൽമല, മുണ്ടക്കൈ, ഒപ്പം തന്നെ പുജിരിമറ്റം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായത്, ഒപ്പം തന്നെ അതിന്റെ താഴെ പ്രദേശങ്ങളിൽ അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ദുരന്തം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ രാവിലെയോടുകൂടി എത്തിയ സംഘം ബത്തേരിയിലാണ് അവർ ഹെലികോപ്റ്റർ മാർഗം എത്തിയത്. അതിനുശേഷം പ്രത്യേക സുരക്ഷാ വിഭാഗങ്ങളോടുകൂടി, സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി അവരെ ഇവിടേക്ക് കളക്ടറിലേക്ക് എത്തി. അവിടെ മന്ത്രിതല ഉപസമിതി ഉണ്ടായിരുന്നു. മന്ത്രിമാരായിട്ടുള്ള AK ശശീന്ദ്രൻ, ഒപ്പം തന്നെ K രാജൻ, PA മുഹമ്മദ് റിയാസ്, OR കേളു അടക്കമുള്ള മന്ത്രിമാരും അതിനു പുറമെ മറ്റു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വരെ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കാരണം കൃത്യമായി ഈ വിവരങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, എത്രത്തോളം പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം പേർ ഇപ്പോൾ ക്യാമ്പുകളിൽ ദുരിതമനുഭവിക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ ഇവർ കൃത്യമായി ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഘത്തെ. അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചായിരിക്കും ഇവർ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ആ റിപ്പോർട്ടാണ് വളരെ പ്രധാനപ്പെട്ട നിർണായകമാകുന്നത്. കാരണം അത് പരിശോധിച്ചതിന് ശേഷമാണ് ഏത് കാറ്റഗറിയിൽ ഈ ഒരു ദുരന്തത്തെപ്പെടുത്തണം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ഉള്ള പാക്കേജുകൾ അനുവദിക്കാനുള്ള അടക്കമുള്ള നടപടികളിലേക്ക് ഈ കടക്കുകയും ചെയ്യും. എന്തായാലും രാജീവ് കുമാർ തുടരുക. MS അനീഷ് കുമാർ അവിടെയുണ്ട്. അനീഷിനൊപ്പം മനസ്സിലാക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യമുണ്ട് എന്നാണ്. മിനിസ്റ്റർക്ക് ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്. അനീഷ് കുമാറിലേക്ക്. അനീഷ് കുമാറിലേക്ക് വരണം. അവിടെ അനീഷിനൊപ്പം ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കഴിഞ്ഞ കുറെ ദിവസമായി വയനാട്ടിലുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു, കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഇന്നലെ ദുരന്ത നിവാരണ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നിരുന്നു. അവരുടെ കാര്യങ്ങളും അവരോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങൾ വയനാട് നേടിയെടുക്കാനുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലും അദ്ദേഹം അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ വയനാട്ടിലുണ്ട് എന്നുള്ളതാണ്. കാരണം വയനാടിന്റെ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള നിർണായകമായ ആവശ്യം മുഖ്യമന്ത്രി അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
മന്ത്രിമാരും അതേ കാര്യം പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇന്നലെ കേന്ദ്രത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയും പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. അവരോടും ആവശ്യപ്പെട്ടത് 2000 കോടി രൂപയുടെ ഒരു പാക്കേജ് വയനാടായി വേണം എന്ന് തന്നെയാണ്. 2000 കോടി രൂപയുടെ പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിഭാസ കാര്യങ്ങളിൽ വയനാടിന് ഒരു മെച്ചമുണ്ടാവുകയുള്ളൂ. കാരണം അത്രത്തോളം വലിയ നാശനഷ്ടം സംഭവിച്ച ഒരു ജനതയാണ്. കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, വാസയോഗ്യമായിരുന്ന വീടുകൾ ഒരുപാട് നഷ്ടപ്പെട്ടവരുണ്ട്, തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട ജനങ്ങൾ ഇവിടെയുണ്ട്. ഇവരെയൊക്കെ ഒന്ന് കരകയറ്റി പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വലിയ സാമ്പത്തിക സഹായം വേണ്ടിവരും. അപ്പോൾ ആ പ്രദേശത്തെ കൂടി ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് പഴയ പടിയിലേക്ക് എടുക്കേണ്ടതുണ്ട്. ഒപ്പം ഇവരെ അവിടെ താമസിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് മറ്റു തരത്തിൽ നേരത്തേക്ക് വന്നതുപോലെ ഈ പറഞ്ഞതുപോലെ ഹൌസിംഗ് കോളനികളടക്കം അത്തരത്തിൽ ടൌൺഷിപ്പുകളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ അവരെ പുനരധിവസിപ്പിക്കേണ്ടി വരും. അനീഷ് കേൾക്കാമെന്ന് കരുതുന്നു. അനീഷിനൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതേത്തോട് സംസാരിക്കാം. തീർച്ചയായും നമുക്കൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്. ഈ ദുരന്തം നടന്ന ദിവസം മുതൽ ഈ സ്ഥലം കേന്ദ്രീകരിച്ചാണ് മന്ത്രിതല സംഘം ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് വളരെ പ്രതീക്ഷയുള്ള ഒരു ദിനമാണെന്ന് നമുക്ക് കരുതാം. കാരണം പ്രധാനമന്ത്രി നേരിട്ട് ഇവിടേക്ക് എത്തുകയാണ്. മിനിസ്റ്റർ കുറേ ദിവസമായി നമ്മളൊക്കെ ഈ ദുരന്ത ഭൂമിയിലുണ്ട്. ഇന്നൊരു കുറച്ചുകൂടെ ഒരു പ്രത്യാശയുള്ള ഒരു ദിവസമല്ലേ? കാരണം അപകടം നടന്നു, ഇനി ആളുകളുടെ പുനരധിവാസം, അവരുടെ ജീവിതമൊക്കെ ലക്ഷ്യം വെക്കുമ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ എങ്ങനെ? വളരെ സുപ്രധാനമായൊരു ദിനമാണ്. ലോകമാകെ ഉറ്റുനോക്കുന്ന ഒരു ദിനം. കാരണം നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, വീടുകൾ തകർന്നു, കെട്ടിടങ്ങൾ തകർന്നു, സ്കൂളുകൾ തകർന്നു, റോഡുകൾ തകർന്നു, പാലങ്ങൾ തകർന്നു, കൃഷിനാശം സംഭവിച്ചു, ടൂറിസത്തിന്റെ അനന്ത സാധ്യതയുള്ള പ്രദേശത്ത് വലിയ തകർച്ച വന്നു, വരുമാനമാർഗം ഈ പ്രദേശത്താകെ ഇല്ലാതായി, ഒരു പ്രദേശമാകെ ഒലിച്ചുപോയി. ഇങ്ങനെയൊരു ദുരന്തം നമ്മുടെ രാജ്യത്ത് സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലുതാണ്. എല്ലാ നിലയിലും ഇതൊരു ദേശീയ ദുരന്തം തന്നെയാണ്. അതിതീവ്ര ദുരന്തമായി ഇതിനെ ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ കേന്ദ്ര സംഘം വന്നു, ഞങ്ങളുമായി ചർച്ച ചെയ്തിരുന്നു. അതിതീവ്ര ദുരന്തമായി തന്നെ അവരതിനെ കാണുന്നുണ്ട്. അവരുടെ ചർച്ചകളിൽ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം വളരെ നിർണായകമാണ്. പ്രധാനമന്ത്രി ഇന്ന് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ലോകമാകെ പ്രതീക്ഷിക്കുന്നത് പോലുള്ള ഒരു പ്രഖ്യാപനം, ഒരു സ്പെഷ്യൽ പാക്കേജ് ഉൾപ്പെടെ നടത്തും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. നമ്മളൊരു തുക പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഇത്ര രൂപ അങ്ങനെ ഒരു പാക്കേജ് കൊടുത്തിട്ടുണ്ടോ? നമ്മൾ തുകയല്ല ഇതിൽ പ്രധാനം. ഇതിൽ നമുക്ക് അതിജീവനത്തിന്റെ കൈത്താങ്ങായി മാറുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. ആ നിലയിലുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കും എന്ന് പ്രത്യാശ പൊതുവെ എല്ലാവരും പ്രകടിപ്പിക്കുക. ഇപ്പോൾ ബീഹാർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് 11,500 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. അതുപോലെ ഒരു പാക്കേജ് അതിതീവ്ര ദുരന്തമായി കണ്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന്റെ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ പൊതുവെ കരുതുകയാണ്. നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു. അദ്ദേഹം താങ്കളുമായൊക്കെ ആശയവിനിമയം നടത്തി ഈ ദുരന്തബാധിത പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൂടി കാര്യങ്ങൾ ധരിപ്പിച്ചു. അതെ, അദ്ദേഹം വന്നെന്ന് രാവിലെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. രാത്രി പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയെ ഇതൊക്കെ ധരിപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യവും ബോധ്യമായതാണ്. അതിനു മുമ്പ് ശ്രീ ജോർജ് കുര്യനും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടില്ല, പക്ഷെ അദ്ദേഹവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംഘം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ ഇതിന്റെ ഒരു ഗൌരവം മനസ്സിലാക്കിയിട്ടാണ് നേരിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ നിലയിലുമുള്ള ഒരു കൈത്താങ്ങായി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള തീരുമാനങ്ങൾ മാറുമെന്ന് നമ്മളൊക്കെ ഉറച്ചു വിശ്വസിക്കുക. തെരച്ചിലിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്? ഇന്നിപ്പോ തെരച്ചിൽ നടക്കുന്നില്ല, അദ്ദേഹത്തിന്റെ സന്ദർശനം. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ സന്ദർശനമുള്ളതുകൊണ്ട് ചില പരിമിതികളുണ്ട്. എന്നാൽ ആ സംവിധാനങ്ങൾ അതേപോലെ തുടർന്നു പോകും. നാളെ ജനകീയ തെരച്ചിലാണ്, കൂടുതൽ ശക്തമായി നടത്തുകയാണ്. ക്യാമ്പിൽ ഉള്ളവർ, അവിടെ നേരിട്ട് വരാൻ മനക്കരുത്തുള്ള, സ്വയം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരുടെ വീട്, അവരുടെ നാട് ഒക്കെ നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി ഇനി അതിജീവനമായി മുന്നോട്ട് പോകുമ്പോൾ തെരച്ചിലിനെ കുറിച്ച് അവർക്ക് അവരുടേതായ നിർദ്ദേശങ്ങളുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങൾ കേൾക്കാൻ, ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ് അവർക്ക് കൂടി തെരച്ചിലിൽ ഒരു റോള് നൽകിക്കൊണ്ട് ഇടപെടാൻ തീരുമാനിച്ചത്. അതാണ് ജനകീയ തെരച്ചിൽ. ആ ജനകീയ തെരച്ചിലിൽ ജനപ്രതിനിധികളുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്. അവിടെ വരാൻ
മനസ്സുകൊണ്ട് സാധ്യമാകുന്ന മനക്കരുത്തുള്ള ആളുകളെ കൂടി കൊണ്ടുപോയിട്ടാണ് തെരച്ചിൽ നടത്താൻ. വയനാട്ടിലെ മേപ്പാടിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. എന്നോടൊപ്പം MS സനീഷ് കുമാറുണ്ട്, ഡാൻ കുര്യനുണ്ട്, MG മിഥുനുണ്ട്, ഒപ്പം S വിനേഷ് കുമാറുണ്ട്. വയനാടിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ കാലാവസ്ഥയിൽ അല്പം ഒരു മാറ്റം വന്നിട്ടുണ്ട്. രാവിലെ ഒരു ചെറിയ മഴയുടെയൊക്കെ ലക്ഷണമുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ മഴ പെയ്തു. പക്ഷേ ഇപ്പോൾ വെയിൽ വരുന്നുണ്ട്. കാലാവസ്ഥ അല്പം കൂടി മെച്ചപ്പെട്ട സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞ ഇവിടുന്ന് 12 കിലോമീറ്റർ അകലെയാണ് ഈ വലിയ ഒരു ദുരന്തബാധിത മേഖലയായ ചൂരൽമല. അവിടേക്ക് പ്രവേശനമില്ല. ഈ പോലീസ് ഇവിടെ വെച്ച് കൃത്യം ഈ സ്ഥലത്ത് വെച്ച് മേപ്പാടി ജംഗ്ഷനിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ അടക്കം കടത്തിവിടുന്നില്ല. കാരണം സുരക്ഷിതമായി തന്നെ ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് ജനകീയ ഈ തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്ന ദുരന്തം നടന്ന് 12 ദിവസം കഴിയുമ്പോൾ പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. തെരച്ചിലുള്ള സാധ്യതകൾ ഇല്ല എന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിനേഷ് കുമാറുണ്ട്. വിനേഷ്, ഈ നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ടാണ്. വയനാടിന് വലിയൊരു അതിജീവനം ആവശ്യമുണ്ട്. അതിനുള്ള കരുത്ത് അവർക്ക് പകരേണ്ടതുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ഈ സാധാരണക്കാരായ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് അവർക്ക് ജീവനോപാധി അടക്കം നൽകി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് ഈ ദുരന്തത്തിന് ഞെട്ടലിൽ നിന്ന് അവരെ മുക്തരാക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി വരുമ്പോൾ അങ്ങനെ വലിയ ഒരു സഹായം വയനാട് പ്രതീക്ഷിക്കുന്നു. അത് ലഭിക്കുമെന്ന് നമുക്ക് കരുതുകയും ചെയ്യാം, അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം വയനാടിന്റെ ഭൂപ്രദേശത്തെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഒന്ന് വനമാണ്, 2 പ്ലാന്റേഷൻ ഏരിയയാണ്. ഇതിനുശേഷമുള്ളതാണ് ആളുകളുടെ ചെറിയ തോട്ടങ്ങളും അതുപോലെ തന്നെ സെറ്റിൽമെന്റ് ഏരിയകളും. സ്വാഭാവികമായും ഈ പുനരധിവാസത്തിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഒന്നില്ലെങ്കിൽ പാട്ടകാലാവധി കഴിഞ്ഞ തോട്ടങ്ങൾ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് സർക്കാർ പോകണം. അത് കോടതിയിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയിലേക്ക് എന്തായാലും സർക്കാർ പോകാൻ സാധ്യതയില്ല. മറ്റൊന്ന് വനമാണ്. വനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളതുണ്ട്. എങ്കിൽ പോലും അല്ലാതെ കിടക്കുന്ന ഭൂമി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തരിശായി കിടക്കുന്നതും കൃഷി ചെയ്യാനാവാത്തതുമായ സ്ഥലങ്ങളുണ്ടെങ്കിലും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് സർക്കാരിന് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു ആവശ്യം സർക്കാർ എന്തായാലും കേന്ദ്രത്തിന്റെ ഒരു സഹായം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സഹായം സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലെയും ഇത്തരത്തിൽ പെരുവഴിയിലായി പോയ മനുഷ്യർക്ക് ഒരു കൈത്താങ് നൽകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഒരു സംശയം നമുക്ക് വേണ്ട. ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റയിൽ നിന്നാണ് നമുക്ക് ഈ സ്ഥലം കാണാം. ഇവിടെ നിന്നാണ് മുണ്ടക്കൈ ബസ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം മുണ്ടക്കൈയിലേക്ക് ബസ് ഉണ്ടെങ്കിൽ പോലും അതിൽ കാര്യമായ ആളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഈ മുണ്ടക്കൈ ബസ്സിലായിരുന്നു എന്ന് KSRTC അധികൃതർ തന്നെ പറയുന്നു. ഇപ്പോൾ സാധാരണ നമുക്കറിയാം മേപ്പാടിക്ക് പോകുന്ന ബസ്സും വടുവഞ്ചലിലേക്ക് പോകുന്ന ബസ്സുകളും മാത്രമാണുള്ളത്. ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക്, മുണ്ടക്കൈക്കും അട്ടമലയ്ക്കും പുത്തുമലയ്ക്കും ഒക്കെയായി ഇവിടുന്ന് ബസ് ഉണ്ടായി. പുത്തുമല വഴിയൊക്കെ പോകുന്ന ധാരാളം ബസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച അനുസരിച്ചാണെങ്കിൽ പഴയ പോലെ ബസ്സുകൾ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും പ്രധാനമന്ത്രി വരുമ്പോൾ നമുക്ക് ആളുകൾക്ക് പ്രധാനമായും പറയാനുള്ളൊരു കാര്യം എന്താണ്? നമുക്ക് ഈ പുത്തുമലേന്റെ ഒരു വികസനത്തിന്, അതായത് പുത്തുമലയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ എന്താണ് പ്രധാനമായും ജനങ്ങൾക്ക് പറയാനുണ്ടാവുക? എന്താകും? തീർച്ചയായും പുത്തുമലയിലെ ജനങ്ങൾ പൂർണ്ണമായും എല്ലാം നഷ്ടപ്പെട്ടൊരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളെ മൊത്തമായിട്ടും ഇപ്പം ഭക്ഷണ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി അവരെ എങ്ങനെ അധിവസിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് സംശയമുള്ളൂ. അപ്പോൾ 400ഓളം വീടുകൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പൂർണ്ണമായും വീട് വെച്ച് നൽകുവാനും അതുപോലെ തന്നെ അവർക്ക് ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പ്രധാനമന്ത്രിയിൽ നിന്ന് എന്നുള്ളത് അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. തീർച്ചയായും. എന്തായാലും അങ്ങനെ ഒരു കാര്യങ്ങളാണ് പ്രധാനമായും ആളുകൾക്ക് പറയാനുള്ളത്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നു. ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തത്തിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഒരു വലിയ പാക്കേജ് ഇതിൽ നടപ്പാക്കുകയോ ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ എന്താണ് പ്രധാനമായും നമ്മൾ പ്രതീക്ഷ എങ്ങനെയാണ്? അതാണ് നമ്മുടെ വിശ്വാസം. അവരെ പുനരധിവസിപ്പിക്കണം, പിന്നെ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യണം. ഭക്ഷണവും വെള്ളത്തിനേക്കാളൊക്കെ കൂടുതൽ അവർക്കിപ്പോൾ വേണ്ടത് ജീവിക്കാനൊരു സ്വസ്ഥമായിട്ട് നിൽക്കാനൊരു വീടാണ്. അപ്പോൾ നമ്മളൊക്കെ അത് നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അതാണ് പ്രധാനമന്ത്രി വന്ന ഗുണമുണ്ടാവും. സമഗ്ര പാക്കേജ് എന്നുള്ള രീതിയിൽ തന്നെ അല്ലേ? അതെ. എല്ലാവർക്കും ഗുണമുള്ള രീതിയിൽ അങ്ങനെ വേണമെന്നാണ് നമ്മളെ ആഗ്രഹം. അങ്ങനെ നടക്കട്ടെ.
അത് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അവർ പറയുന്നുണ്ട്. അതെ 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 അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നടക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ആളുകൾക്ക് പറയാനുള്ള കാര്യം ഇതുതന്നെയാണ്. പ്രധാനമന്ത്രിയുടെ വരവ് അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരു സമഗ്രമായ പാക്കേജ് അതല്ലെങ്കിൽ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ തന്നെ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ നമ്മൾ മനസ്സിലാക്കുന്നത് 2000 കോടിയോളം രൂപയുടെ ഒരു പദ്ധതി നടപ്പാക്കും, ഒരു ടൗൺഷിപ്പ് എന്നുള്ള രീതിയിലാണ്. കാരണം ഇവർക്ക് വീട് മാത്രം നൽകിയാൽ മാത്രം പോരാ. കാരണം അവരുടെ ജീവനോപാധികളെല്ലാം തകർന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ വീട്ടിൽ ഇനി ഒന്നേ എന്ന് ജീവിതം തുടങ്ങേണ്ടവരാണ്. അങ്ങനെ തുടങ്ങണമെങ്കിൽ അവിടെയുള്ള എല്ലാ സാധനം, കാരണം അവർക്ക് രേഖകളില്ല, ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് രക്ഷപ്പെട്ട എത്രയോ മനുഷ്യർ, കാരണം ഒരുപാട് മനുഷ്യർ മണ്ണിൽ അലിഞ്ഞു പോയത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ജീവൻ മാത്രം കൊണ്ട് രക്ഷപ്പെട്ട, ഉടുതുണിയോടുകൂടി രക്ഷപ്പെട്ട ആളുകളുണ്ട്. അവർക്കിനി ഒന്നേ എന്ന് തുടങ്ങണം. അതിൽ നിന്ന് നമുക്കൊരു കൈത്താങ് നൽകാൻ സർക്കാരിനൊപ്പം ജനങ്ങൾക്കും കൂടെ കഴിയുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു സംസ്ഥാന സർക്കാരും ജനങ്ങളും മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല. സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ അകമഴിഞ്ഞ സഹായം ഇക്കാര്യത്തിൽ ലഭ്യമാകണം. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ എന്തായാലും ആളുകൾക്ക് നൽകുന്നുണ്ട്. രഞ്ജിത്ത്. വിനേഷാണ് അവിടെ നിന്ന് ചേരുന്നത്. അവിടുത്തെ ജനങ്ങൾക്കൊപ്പം രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയായിരുന്നു പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ട്. ഡാൻ കുര്യനും കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡാൻ ഉള്ളത് ഇവിടെ വിംസ് ഹോസ്പിറ്റലാണ്. ഈ മേപ്പാടിയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ അകലെയാണ് വിംസില്. അവിടെ പ്രധാനമന്ത്രി എത്തും. അവിടെ ഒരുപാട് ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഈ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്കും നമുക്കൊരു അവരുടെ പ്രതിഭാസം വേണം. ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടല്ലോ ഡാൻ അവിടെ. അവർ ഈ ജീവിതത്തിലേക്ക് പതിയെ പതിയെ തിരിച്ചു വരുന്നവരാണ്. അവരുമായി സംസാരിക്കാൻ സാധിച്ചോ? ഒപ്പം ആശുപത്രി അധികൃതർ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചതിന് ശേഷം അവിടെ വ്യോമ നിരീക്ഷണം നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം എത്തുന്നത് ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. അതിന്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡ് അടക്കമെത്തി ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മെറ്റൽ ഡിറ്റക്ടറിലൂടെ മാത്രമേ ആശുപത്രി ജീവനക്കാരെയും രോഗികളെയും ഇന്ന് ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകളെയും അവിടേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ പോലീസിന്റെ കർശനമായ നിരീക്ഷണം ഈ ഹോസ്പിറ്റലിന്റെ എല്ലാ സമുച്ചയങ്ങളിലുമുണ്ട്. എല്ലാ ഭാഗങ്ങളിലും പോലീസിന്റെ കർശനമായ നിരീക്ഷണമുണ്ട്. 10 മണിക്ക് ശേഷം ഈ ഭാഗങ്ങളിലൊന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അത്തരത്തിലുള്ള നിരീക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇതിനോടകം ഈ ദുരന്തമുഖത്ത് നിന്ന് ആദ്യമായി അവിടെ നിന്ന് ജീവനോടെ രക്ഷിച്ചെടുത്ത ആളുകളെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചത് ഈ ആശുപത്രിയിലായിരുന്നു. ഇവിടെ നടത്തിയ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് നിരവധി ആളുകൾ ഇവിടെ നിന്ന് ബന്ധുവീടുകളിലേക്കും മറ്റ് ക്യാമ്പുകളിലേക്കുമൊക്കെ മടങ്ങിയിട്ടുണ്ട്. ശേഷിക്കുന്നവർ ഇപ്പോഴും ഇന്റൻസീവ് കെയർ യൂണിറ്റിലടക്കം ചികിത്സയിൽ തുടരുന്നുമുണ്ട്. അങ്ങനെ ചിലരുമായിട്ടായിരിക്കും പ്രധാനമന്ത്രി നേരിട്ട് സംവദിക്കുക. അതിനുവേണ്ടി ഒരു പ്രത്യേകം മുറി സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ SPG പരിശോധന നടത്തിയതിനു ശേഷമാണ് മുറി സജ്ജമാക്കിയിരിക്കുന്നത്. അവിടേക്ക് പ്രധാനമന്ത്രിക്കും അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്കും ചികിത്സയിൽ തുടരുന്ന രോഗികൾക്കും അവർക്ക് മാത്രമേ ഈ നേരിട്ട് സംവദിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ അകത്ത് പൂർത്തിയായിട്ടുണ്ട്. ഡോക്ടർ ഷാനവാസ് കളിയിലെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ ഇവിടേക്ക് സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അകത്ത് നടക്കുന്നുമുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രധാനമന്ത്രി നേരിട്ട് ഈ ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നവരെ കാണാനായി ഈ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അതിജീവനവുമായി ബന്ധപ്പെട്ട വേദനപ്പെടുത്തുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ എങ്ങനെ തങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്ന കാര്യത്തിലടക്കം അവർക്കുള്ള ആശങ്കകൾ പ്രധാനമന്ത്രി അവർ നേരിട്ട് തന്നെ അറിയിക്കും എന്നാണ് സൂചന. സ്വാഭാവികമായി വയനാടിന് വേണ്ടി പ്രത്യേക പാക്കേജ് എന്ന സർക്കാർ മുമ്പോട്ട് വച്ചിരിക്കുന്ന ആവശ്യം ഇപ്പോൾ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ തിരികെ പിടിക്കാനായി ചികിത്സയിൽ തുടരുന്ന രോഗികൾ കൂടി പ്രധാനമന്ത്രിക്ക് മുമ്പിൽ അവർ കൂടി അത്തരത്തിലുള്ള ഒരു വേദനകൾ പങ്കുവെക്കുന്ന സാഹചര്യത്തിൽ അത് കണ്ടില്ല എന്ന് നടിച്ച കേന്ദ്ര സർക്കാരിന് മാറാനാവില്ല. അവിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഏറ്റവും നിർണായകമായി മാറുന്നതും. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. 10 മണിയോടെ ആശുപത്രിയും അതിന്റെ പരിസരവും പൂർണ്ണമായി പോലീസിന്റെ നിയന്ത്രണത്തിലാകും. അതിനുശേഷം ഇവിടേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടാൻ കഴിയാത്തൊരു സാഹചര്യമാകും ഉണ്ടാകുകയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതിനോട് ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുമുണ്ട്. തീർച്ചയായും പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി കൂടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് ഇന്നലെ തന്നെ അദ്ദേഹം അത് വ്യക്തമാക്കിയിരുന്നു. ഡൽഹിയിൽ നിന്ന് നേരിട്ടാണ് ഇരുവരും എത്തുക. അതിനുശേഷം കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും. അവിടെ നിന്ന്
അവിടെ നിന്നാണ് ഇത്തരത്തിൽ അദ്ദേഹം പോവുക, ഇങ്ങോട്ടേക്ക് എത്തുക എന്നുകൂടിയാണ്. ഒരുപക്ഷെ റോഡ് മാർഗമായിരിക്കാം ഒരുപക്ഷെ അവരെത്തുക എന്നെങ്കിൽ, കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ റോഡ് മാർഗമാണ്, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവിടെ ദുരന്തബാധിത മേഖലയിൽ സന്ദർശനത്തിലും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും സാന്നിധ്യം അവിടെ ഈ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഹെലികോപ്റ്റർ നിരീക്ഷണമാണ് ഇപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവുമുണ്ട്. നമുക്കിപ്പോൾ MS അനീഷ് കുമാറിലേക്ക് ഒന്ന് പോകണം. അനീഷ്, മന്ത്രി മുഹമ്മദ് റിയാസ് അനീഷിനോട് സംസാരിച്ചിരുന്നു, ഈ വിഷയം സംസാരിച്ചിരുന്നു. എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ എന്ന കാര്യത്തിലും അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയിരുന്നു. ഈ വയനാടിന് വേണ്ട സഹായങ്ങൾ അദ്ദേഹം പറഞ്ഞ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഓരോ തലത്തിലും സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ, പരമാവധി സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നേടിയെടുക്കാനുള്ള ആദ്യം മുതൽ തന്നെ ഉണ്ട്. അതിനോട് എങ്ങനെയാണ് അനുഭാവപൂർവ്വം കേന്ദ്രം പരിഗണിക്കുക എന്നത് പ്രധാനമാണ്. എന്തൊക്കെയാണ് മന്ത്രി നമ്മളോട് പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ? മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ദുരന്തമുണ്ടായ ദിനം മുതൽ ഈ ദുരന്ത ഭൂമിയിൽ തുടരുന്ന ആളാണ്. അദ്ദേഹം സർക്കാരിൻ്റെ പ്രത്യേക സമിതി, മന്ത്രിസഭാ ഉപസമിതിയിലുള്ള ആളുമാണ്. ഇന്ന് ഏറ്റവും സുപ്രധാനമായ ദിനം, ഈ ദുരന്തം നടന്ന് ആളുകളുടെ രക്ഷാപ്രവർത്തനവും മറ്റുമൊക്കെ നടന്നു മറ്റൊരു തലത്തിലേക്ക്, ഒരു പുനരധിവാസം എന്നതിനെക്കുറിച്ച് വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഈ വയനാട് വാസികളുടെ ഏറ്റവും സുപ്രധാനമായ ദിനമാണ് ഇന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശന ദിനമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നേരത്തെ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ഒക്കെ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. അവർ സംസ്ഥാന സർക്കാരുമായി ആശയവിനിമയം നടത്തുകയും ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥ തല സംഘം ഇന്നലെ ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടുകളുടെയൊക്കെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്താനായി ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് അർഹമായ ഒരു പരിഗണന, കൈയച്ചുള്ള ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്ന് മന്ത്രി കൃത്യമായി പ്രതീക്ഷിക്കുന്നു. ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്ന് നടത്തിയേക്കും, ഇല്ലെങ്കിൽ കാര്യങ്ങൾ പഠിച്ച ശേഷം വരും ദിവസങ്ങളിൽ ഈ സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രത്യാശ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഈ അടുത്തിടെ വലിയ ദുരന്തങ്ങളുണ്ടായ, ഉരുൾപൊട്ടലും മേഘസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡ്, ഹിമാചൽ അടക്കമുള്ള ഇടങ്ങൾക്ക് കൈയച്ചുള്ള സഹായം ഏതാണ്ട് 11,000 കോടിയിലധികം രൂപ പ്രത്യേക പാക്കേജായി കേന്ദ്രം അനുവദിച്ചിരുന്നു. ആ രീതിയിൽ ഒരു പരിഗണന കേരളത്തിന് ഉണ്ടാവും എന്ന് അദ്ദേഹം ഉറച്ചു പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം ഈ നിരന്തരം ഈ പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ മഹാ ദുരന്തങ്ങൾ നേരിടുന്ന ഒരു നാടായി കേരളം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി മാറിയിട്ടുണ്ട്. പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിൽ പോലും ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അത് ദുരന്തങ്ങൾ നേരിടാനുള്ള ഒരു കൈത്താങ്ങായി 241 കോടിയൊക്കെയാണ് കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ സംസ്ഥാനത്ത് ലഭിച്ചത്. പക്ഷേ മറ്റ് മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് 2,000 കോടിയും 1,000 കോടിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലൊരു പരിഗണനകളുടെ ഒരു മാറ്റം, ഈ ഒരു പുനർവിചിന്തനം, ഇക്കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ സുരക്ഷാ കാരണങ്ങൾ പരിഗണിച്ചിരുന്നു. ജനകീയ തെരച്ചിൽ ഉണ്ടാവില്ല, നാളെ ജനകീയ തെരച്ചിൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ ജനകീയ തെരച്ചിൽ നടത്തുന്നതും അങ്ങേയറ്റം വൈകാരികമായ, വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളടക്കമുള്ള ആളുകൾക്ക് പോലും ഈ ദുരന്ത ഭൂമിയിൽ പോയി നിൽക്കുമ്പോൾ അവിടെ ഈ പൊളിഞ്ഞ കെട്ടിടങ്ങളും മണ്ണുമാന്തി യന്ത്രങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നതും ഈ ആളുകളുടെ നിലവിളിയും മറ്റുമൊക്കെയാണ് നമ്മുടെ കാതിൽ എപ്പോഴും ഒഴുങ്ങിക്കേൾക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ക്യാമ്പുകളിൽ ഈ ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇനിയും വിട്ടുമാറാത്ത ആളുകൾ ഈ തെരച്ചിൽ സ്ഥലത്തേക്ക് എത്തുമ്പോൾ തങ്ങളുടെ നേരത്തെ വീടിരുന്ന സ്ഥലങ്ങൾ, തങ്ങളുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ഒഴുകിപ്പോയ ഇടം, ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ആഘാതം കൂടി പരിഗണിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ച് സന്നദ്ധരായി മാറുന്ന, അല്ലെങ്കിൽ ഈ നടുക്കത്തിൽ നിന്നും ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും മോചനം നേടിയ ആളുകളെ ആവും അവിടേക്ക് കൊണ്ടുപോകുക എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും കക്ഷി രാഷ്ട്രീയ മറ്റു പരിഗണനകൾക്കൊക്കെ അപ്പുറം കൈയച്ചുള്ള ഒരു സഹായം കേരളത്തിന് ഇത്തവണ ലഭിക്കും. അത് വയനാട്ടിലെ ഈ ദുരന്തബാധിതരായ ആളുകളെ, സർവസ്വവും നഷ്ടപ്പെട്ട് പെരുവഴിയിലായിരിക്കുന്ന ആളുകളെ കൈപ്പിടിച്ചുയർത്താൻ പര്യാപ്തമാവും എന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനി ഒരുപാട് കടമ്പകൾ മുന്നിലുണ്ട്. ഈ നിലവിൽ 10,000 രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ ദുരന്തബാധിതരായ ആളുകൾക്ക് ഒരു മാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം വാടക അടക്കമുള്ള കാര്യങ്ങൾ പുനർനിശ്ചയിക്കേണ്ടതുണ്ട്. ഈ ഇടിഞ്ഞുപോയ സ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. ഈ സുരക്ഷിതമായ വീടുകളുള്ള ഭാഗങ്ങൾ ഏതാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒപ്പം ഈ മേഖലയിൽ നിന്നും മാറി ആളുകൾക്ക് താമസിക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം.
അവിടേക്കുള്ള സൗകര്യങ്ങളെല്ലാം പരിഗണിക്കേണ്ടി വരും. കാരണം ഒരു ചെറു പട്ടണമാണ് ഒന്നടങ്കം ഇല്ലാതായി പോയത്. അതുകൊണ്ട് ആ ടൗൺഷിപ്പിൽ എല്ലാ കാര്യങ്ങളും വരണം. ഈ സ്കൂള് തകർന്നുപോയ സ്കൂളിന് പകരമുള്ള സ്കൂൾ വേണം. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് ജീവിത മാർഗത്തിനായി പുതിയ വഴികൾ തേടിക്കൊടുക്കേണ്ടി വരും. ഇങ്ങനെ സമഗ്രമായ കാര്യങ്ങൾ, കേവലം ഒരു വീട് നിർമ്മിച്ച് നൽകുക അല്ലെങ്കിൽ ഒരു സ്ഥലം നൽകുക എന്നതിനപ്പുറം ഒരുപാട് പ്രതിബന്ധങ്ങൾ സംസ്ഥാന സർക്കാരിന് മേൽ ഉണ്ട്. ഈ പ്രതിബന്ധങ്ങളൊക്കെ മറികടക്കാൻ കേന്ദ്രത്തിന്റെ ഒരു കൈത്താങ്ങ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസമാണ് മന്ത്രി റിയാസ് പങ്കുവച്ചത്. അല്പസമയത്തിനകം റവന്യൂ മന്ത്രി കെ രാജനും സ്ഥലത്തെത്തും. എന്തായാലും ഇവരുമായൊക്കെ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തിയേക്കുമെന്ന വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്. രഞ്ജിത്ത്. തീർച്ചയായും പ്രധാനമന്ത്രി ഏതാണ്ട് 11-12 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് ഷെഡ്യൂൾ അനുസരിച്ച് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ സന്ദർശനത്തിൽ ഉണ്ടായേക്കാം. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രി സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഉണ്ടാകും. ഒപ്പം മുഖ്യമന്ത്രിയും ഗവർണറും ചേർത്താണ് പ്രധാനമന്ത്രി അവിടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹെലികോപ്റ്റർ മാർഗം ഇവിടെ വയനാട്ടിലേക്ക് വരും. വയനാട്ടിലെ മേഖലകൾ സന്ദർശിക്കും. MG മിഥുൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുന്, എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. നമുക്ക് ഓരോ മേഖലയിലും അതീവ സുരക്ഷിതത്വമായ സംവിധാനങ്ങൾ വയനാട്ടിൽ ഇപ്പോൾ ഇവിടെ അനൗൺസ്മെന്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സമീപ പ്രദേശങ്ങളിലൊന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അനൗൺസ്മെന്റുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നിന്ന് വാഹനങ്ങൾ മേപ്പാടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കയറ്റിവിടുന്നില്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രി അവിടെ എത്തിയേക്കാമെന്നുള്ള സൂചനകൾ കൊണ്ടായിരിക്കാം. അങ്ങനെ ഓരോ മേഖലയിലും കനത്ത സുരക്ഷയാണ്. മറ്റെന്തൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ട്? പൂർണ്ണമായും ഈ പ്രദേശം ഒരു SBGയുടെ നിയന്ത്രണത്തിലായോ? രഞ്ജിത്ത്, തീർച്ചയായും ഏകദേശം 11:45 കൂടി അദ്ദേഹം ഇവിടെ ഹെലിപ്പാഡിൽ ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും പോലീസ് വലയത്തിൽ തന്നെയാണ് ഈ പ്രദേശങ്ങളെല്ലാം ഉള്ളത്. കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ എല്ലാം തന്നെ SPG സുരക്ഷാ സേനയുടെയൊക്കെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ്. അല്പസമയത്തിന് മുമ്പ് ട്രയൽ റണ്ണ് നടത്തിയിരുന്നു. ഇവിടെ പ്രധാനമന്ത്രി വന്ന് ഹെലികോപ്റ്ററിൽ വന്ന് ലാൻഡ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക വാഹനം, അത് ഏത് തരത്തിലാണ് പോകേണ്ടത്, എങ്ങനെയാണ് അത് ക്രമീകരിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിച്ചു വരികയായിരുന്നു. തൊട്ട് സമീപത്തുള്ള ആ ഗേറ്റ് വഴിയാണ് പുറത്തേക്കാണ് പ്രധാനമന്ത്രിയും സംഘവും പോവുക. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ പറയുന്ന മാനന്തവാടി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ മേപ്പാടിയിലേക്ക് പോകുന്ന പ്രദേശങ്ങൾ അവിടെയെല്ലാം തന്നെ പൂർണ്ണമായും പോലീസ് വലയത്തിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സമീപത്തുള്ള ഈ റോഡിന്റെ ഇരു സൈഡുകളിലും ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു 10 മണിയോടുകൂടി ഇവിടുത്തെ ഗതാഗതത്തിന് ഒരു നിയന്ത്രണം വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടില്ല. കൽപ്പറ്റ ടൗണിൽ നിന്ന് ഈ മേപ്പാടിയിലേക്ക് പോകുന്ന ഭാഗം മുതൽ മേപ്പാടി മുതൽ കൽപ്പറ്റ ടൗൺ അതുവഴി ഈ പറയുന്ന മൈസൂരിലേക്ക് പോകുന്ന ഈ ഭാഗങ്ങൾ ഈ SKMJ ഗ്രൗണ്ടിന് ഇപ്പുറം വരെ പൂർണ്ണമായും പോലീസ് വലയത്തിലായിരിക്കും. അവിടെ നിന്ന് അതിനപ്പുറത്തേക്ക് മാത്രമേ ആളുകളെ കയറ്റിവിടൂ. ഒപ്പം തന്നെ ആ സമയത്ത് പ്രധാനമന്ത്രി വന്നിറങ്ങിയതിനു ശേഷം തിരികെ മടങ്ങുന്നത് വരെ ഇവിടെ വലിയ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഷെഡ്യൂൾ പ്രകാരം ഇപ്പോൾ കാലാവസ്ഥയൊക്കെ അനുകൂലമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വെയിൽ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ രാവിലെ ചെറിയ മൂടിയ അന്തരീക്ഷമായിരിക്കും, മേഘാവൃതമായിരിക്കും എങ്കിൽ പോലും തന്നെ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ തന്നെ നല്ല വെയിലുണ്ടാകാറാണ് ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് വയനാട്ടിൽ കണ്ടുവരുന്നത്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ പോകുന്നു. 8 പെട്ടരയൊക്കെ അടുക്കുന്നു. ഈ സമയത്ത് തന്നെ ഇപ്പോൾ നല്ല വെയിലുണ്ട് ഈ പ്രദേശത്തൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായി തന്നെ തുടരാനാണ് സാധ്യതയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹെലികോപ്റ്റർ മാർഗം തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തും. അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം ഈ ഒരു വിംസ് ഹോസ്പിറ്റലിലേക്കും ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുള്ള മേപ്പാടിയിലേക്കും അദ്ദേഹം പോവുകയും ചെയ്യും. കൂടാതെ വ്യോമ നിരീക്ഷണം അദ്ദേഹം നടത്തും. ഈ ഒരു ദുരന്ത ബാധിത മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതികൂല കാലാവസ്ഥയുണ്ട് എങ്കിൽ മാത്രമേ ഈ ഷെഡ്യൂളിൽ മാറ്റം വരികയുള്ളൂ. എന്തായാലും അദ്ദേഹം അവിടെ നേരിട്ടെത്തി അവിടുത്തെ ദുരിതബാധിതമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തും. അതിനുശേഷം അവരുടെ വിഷമങ്ങളും ഒപ്പം തന്നെ അവർക്ക് പറ്റിയ കാര്യങ്ങളും അതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി അടക്കം അവർ കൃത്യമായി പ്രധാനമന്ത്രിയോട് വിശദീകരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിനൊപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹെലികോപ്റ്റർ മാർഗം ഈ വ്യോമ നിരീക്ഷണം നടത്തുമ്പോഴും മുഖ്യമന്ത്രിയും ഗവർണറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ആ ഹെലികോപ്റ്ററിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം നേരിട്ട് ഇത് കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ കടന്നുവരവ് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലെ ജനത നേരിട്ടത്. അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയുള്ള
ശ്രമങ്ങൾ നടക്കുകയാണ്. ഇപ്പോഴും തെരച്ചിൽ നടത്തിയാണ്. 133 ഔദ്യോഗിക സർക്കാരിന്റെ കണക്ക് പ്രകാരം 133 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ള വിഷമകരമായിട്ടുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അതിൽ കൂടുതൽ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള പ്രദേശവാസികളുടെ പ്രതികരണമൊക്കെ നമ്മൾ നേരത്തെ കേട്ടത് തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും സമാനതകളില്ലാത്ത ദുരന്തം അദ്ദേഹം നേരിട്ട് കാണാൻ പോവുകയാണ്. ഇതിന് നമുക്ക് കരകയറുന്നതിന് കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ തീരൂ. കേരളത്തെ കൊണ്ട് ഒറ്റയ്ക്ക്, അതായത് കേരളത്തിലെ ജനതകൾ എല്ലാം തന്നെ ഒന്നടങ്കം ഈ ജനതയ്ക്കൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നുണ്ട്. കാരണം അതിന്റെ ഒരു അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അതായത് ഈ സമീപത്തുള്ള ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒപ്പം തന്നെ ഈ ഒരു കളക്ഷൻ സെന്ററുകളിൽ കൂന കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അത്രത്തോളം സാധനങ്ങൾ, ഇനി ഇവിടേക്ക് സാധനങ്ങൾ മറ്റു ജില്ലകളിൽ നിന്ന് അയക്കണ്ട എന്ന് കളക്ടറെ കൊണ്ടും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ കൊണ്ടും പറയിക്കുന്ന തരത്തിലുള്ള, അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സഹായഹസ്തമായിരുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നീട്ടി നൽകിയത്. ഒപ്പം തന്നെ സമീപത്തെ നമ്മുടെ കേരളത്തിലെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിന്നും ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവർക്ക് വീട് വെച്ച് നൽകുക എന്നടക്കമുള്ള പുനരധിവാസം എന്ന പ്രധാനപ്പെട്ട കടമ നമുക്ക് മുന്നിലുണ്ട്. അതിന് കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ തീരൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഡാൻ കുര്യനുണ്ട്, എസ് വിനേഷ് കുമാറുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങൾ ഓരോ മേഖലയിലും, വയനാടിന്റെ ഓരോ മേഖലയിലും പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രതിനിധികളുടെ സാന്നിധ്യമുണ്ട്. വരും മണിക്കൂറുകളിലും ആ വിവരം കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ ഈ മേപ്പാടി പോലെയുള്ള പ്രദേശങ്ങൾ ഉള്ളത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അല്പസമയത്തിനകം ഇതിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ ശക്തമാക്കും. ഗതാഗത ക്രമീകരണം അടക്കം ഇവിടെ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനമന്ത്രി ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേരുക. അതിനുശേഷം വളരെ നിർണായകമായ, കേരളം കാത്തിരിക്കുന്ന, വയനാട് കാത്തിരിക്കുന്ന ഒരു സന്ദർശനമാണ്. കൂടുതൽ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വയനാട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പാക്കേജ് അടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ മെച്ചം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും തൽക്കാലം മറ്റു വാർത്തകളിലേക്ക് കൂടി പോകണം. വളരെ പെട്ടെന്ന് തന്നെ വയനാട്ടിലെ മേപ്പാടിയിലെ ഒക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഞങ്ങൾ തിരിച്ചെത്തും. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഇന്ന് മുഴുവൻ. തൽക്കാലം ഗുഡ് ബൈ.